പാസസ്. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട പാസസ് ആണ്. ഞാൻ ഇന്ത്യയുടെ പെനിൻസുലർ ഭാഗത്തിലുള്ളതോ പ്ലാറ്റുവിന്റെ ഭാഗത്ത് വരുന്നതോ ആരവല്ലി റേഞ്ച് അവിടെ വരുന്ന പാസസിന്റെ കാര്യമൊന്നും തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല. നമ്മളിപ്പോൾ അതിന് മുമ്പുള്ള ഹിമാലയത്തിലുള്ള പാസസ് ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പൊ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ സ്ലൈഡിലെ ഫിഗർ ശ്രദ്ധിച്ചോളണം. ഓക്കെ, അപ്പോൾ ഇതില് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, ഇതിനകത്ത് ഈ പാസസ് നിങ്ങൾ കാണുമ്പോഴേക്കും പാസസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഹിമാലയത്തിലെ പാസസ് ആണ് ഞാൻ കൂടുതൽ ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഹിമാലയത്തിന്റെ പാസസിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് പാസസ് എന്ന് പറയുന്നത്, ആദ്യം നോക്കാനുള്ളത് ഈ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. നമ്മുടെ ഗിൽജിത്ത്, ശ്രീനഗർ, കാർഗിൽ, ജമ്മു, അതുപോലെ ഇപ്പുറത്തെ സൈഡിലുള്ള സിയാച്ചിൻ, ലഡാക്ക്, ലഹൌൾ, കുളു. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പറയാൻ പോകുന്ന ഈ ശ്രീനഗറിൽ നിന്ന് ഗിൽജിത്തിനെ കണക്ട് ചെയ്യുന്ന പാസ് ഏതാണെന്ന് ചോദിച്ചാൽ ബുർസില പാസ് ആണ്. ബുർസില പാസ്, ശ്രീനഗറിനെ ഗിൽജിത്തോട്ട് കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അത് ബുർസില പാസ് ആണ്. ബുർസില പാസ്. ഓക്കെ, ശ്രീനഗറിൽ നിന്ന് ഗിൽജിത്തിനെ കണക്ട് ചെയ്യുന്ന പാസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബുർസില പാസ് ആണ്. ബുർസില പാസ്. ഓക്കെ, ശ്രീനഗറിൽ നിന്ന് ഗിൽജിത്തിനെ കണക്ട് ചെയ്യുന്ന പാസ് ബുർസില പാസ്. ബുർസില പാസ്. ഓക്കെ, അടുത്തതാണ് ശ്രീനഗറിനെ ജമ്മുവായിട്ട് കണക്ട് ചെയ്യുന്ന പാസ്. ശ്രീനഗറിനെ ജമ്മുവുമായി കണക്ട് ചെയ്യുന്ന പാസ്. ഓക്കെ, ശ്രീനഗറിനെ ജമ്മുവുമായി കണക്ട് ചെയ്യുന്ന പാസ്. ശ്രീനഗറിനെ ജമ്മുവുമായി കണക്ട് ചെയ്യുന്ന പാസ് ഏതാണെന്ന് ചോദിച്ചാൽ ബെനിഹൽ പാസ് ആണ്. ഈ ശ്രീനഗറിൽ നിന്ന് ജമ്മുവിൽ കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അത് ബെനിഹൽ പാസ് ആണ്. ശ്രീനഗറിൽ നിന്ന് ജമ്മുവിനെ കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അത് ബെനിഹൽ പാസ് ആണ്. ബെനിഹൽ പാസ്. ഇനി ശ്രീനഗറിനെ കാർഗിൽ വഴി നമുക്ക് ലേയിലോട്ട് പോകാൻ പറ്റുന്ന ഒരു പാസ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് സോജില പാസ്. ശ്രീനഗറിൽ നിന്ന് കാർഗിൽ വഴി ലേ കണക്ട് ചെയ്യുന്ന പാസ്സാണ് സോജില പാസ്. ഓക്കെ, അപ്പൊ ഞാൻ 3 പാസ്സാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന്, ശ്രീനഗറിനെ ഗിൽജിത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അത് ബുർസില പാസ് ആണ്. ശ്രീനഗറിനെ കാർഗിലുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അത് സോജില പാസ് ആണ്. ഇനി ശ്രീനഗറിനെ ജമ്മുവുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അത് ബെനിഹൽ പാസ് ആണ്. ബെനിഹൽ പാസ്. ഓക്കെ, അപ്പോൾ ശ്രീനഗറിനെ ഗിൽജിത്തോട്ട് കണക്ട് ചെയ്യുന്ന പാസ് ബുർസില പാസ്. ശ്രീനഗറിനെ ജമ്മുവുമായി കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അത് ബെനിഹൽ പാസ്. ശ്രീനഗറിനെ കാർഗിലുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അത് സോജില പാസ്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചുരം നോക്കാൻ പോവുകയാണ്. അടുത്ത ലഡാക്കും സിയാച്ചിനും. ലഡാക്കിനെ സിയാച്ചിനുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അത് കാർത്തൂങ്ല പാസ് ആണ്. ലഡാക്കിനെ സിയാച്ചിനുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അത് കാർത്തൂങ്ല പാസ് ആണ്. ഓക്കെ, ലഡാക്കിനെ സിയാച്ചിനുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർത്തൂങ്ല പാസ് ആണ്. കാർത്തൂങ്ല പാസ്. ഇനി ലഡാക്കിനെ ലഹൌളുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അതിന്റെ പേരാണ് ബാരാലാച്ച പാസ്. ലഡാക്കിനെ ലഹൌളുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അത് ബാരാലാച്ച പാസ് ആണ്. ഓക്കെ, ലഡാക്കിനെ ലഹൌളോട്ട് കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അത് ബാരാലാച്ച പാസ് ആണ്. ബാരാലാച്ച പാസ്. ഓക്കെ, ലഡാക്കിനെ ലഹൌളോട്ട് കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ ബാരാലാച്ച പാസ്. ഓക്കെ, അടുത്ത് ലഹൌളിൽ നിന്ന് കുളുവിലോട്ടുള്ള പാസ് ചോദിച്ചാൽ രോഹിത്താം പാസ്. ലഹൌളിൽ നിന്ന് കുളുവിലോട്ടുള്ള പാസ് ചോദിച്ചാൽ അതിന്റെ പേരാണ് രോഹിത്താം പാസ്. രോഹിത്താം പാസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ലഹൌളിൽ നിന്ന് കുളുവിലോട്ട് കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ രോഹിത്താം പാസ് ആണ്. രോഹിത്താം പാസ്. ഓക്കെ, അപ്പോ ശ്രീനഗറിൽ നിന്ന് ഗിൽജിത്തിനെ കണക്ട് ചെയ്യുന്ന ബുർസില പാസ്. ശ്രീനഗറിൽ നിന്ന് ജമ്മുവിനെ കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അത് ബെനിഹൽ പാസ്. ശ്രീനഗറിൽ നിന്ന് കാർഗിലിനെ കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അതിന്റെ പേര് ലേ. ശ്രീനഗറിൽ നിന്ന് കാർഗിൽ വഴി ലേ പോകുന്ന പാസ് ചോദിച്ചാൽ സോജില പാസ്. അതുപോലെ ലഡാക്കിൽ നിന്ന് സിയാച്ചിനെ കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ കാർത്തൂങ്ല പാസ്. ലഡാക്കിൽ നിന്ന് സിയാച്ചിലേക്കുള്ള പാസ് ചോദിച്ചാൽ കാർത്തൂങ്ല പാസ്. കാർത്തൂങ്ല പാസ്. ഓക്കെ, അടുത്ത് ലഹൌളിൽ നിന്ന് കുളുവിലോട്ടുള്ള പാസ് ചോദിച്ചാൽ രോഹിത്താം പാസ്. ലഹൌളിൽ നിന്ന് കുളുവിലോട്ടുള്ള പാസ് ചോദിച്ചാൽ അതിന്റെ പേര് രോഹിത്താം പാസ്. രോഹിത്താം പാസ്. ലഡാക്കിൽ നിന്ന് ലഹൌളോട്ടുള്ള പാസ് ചോദിച്ചാൽ ബാരാലാച്ച പാസ്. ബാരാലാച്ച പാസ്. ഓക്കെ, നമുക്ക് അതുപോലെ ഈ ലഡാക്കിൽ നിന്ന് ചൈനയിലോട്ട് പോകാൻ ഒരു പാസ് ഉണ്ട്. അതിന്റെ പേരാണ് ചാങ്ല പാസ്. ലഡാക്കിൽ നിന്ന് ചൈനയിലോട്ട് പോകാനുള്ള പാസ്സാണ് ചാങ്ല പാസ്. ചാങ്ല പാസ്. ഓക്കെ, ലഡാക്കിൽ നിന്ന് ചൈനയിലോട്ട് പോകാനുള്ള പാസ്സാണ് ചാങ്ല പാസ്. ചാങ്ല പാസ്. ഓക്കെ, ഇത്രയും പാസുകൾ മനസ്സിലായല്ലോ. ഒന്ന്, ശ്രീനഗറിൽ നിന്ന് ഗിൽജിത്ത്, അത് കഴിഞ്ഞ് പറഞ്ഞ ശ്രീനഗറിൽ നിന്ന് കാർഗിൽ, അത് കഴിഞ്ഞ് ശ്രീനഗറിൽ നിന്ന് ജമ്മു, അത് കഴിഞ്ഞ് സിയാച്ചിനിൽ നിന്ന് ലഡാക്കിൽ നിന്ന് സിയാച്ചിനിലോട്ട്, അത് കഴിഞ്ഞ് ലഡാക്കിൽ നിന്ന് ലഹൌളിലോട്ട്, ലഹൌളിൽ നിന്ന് കുളുവിലോട്ട്, അത് കഴിഞ്ഞ് ലഡാക്കിൽ നിന്ന് ചൈനയിലോട്ട്. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. എല്ലാവരും പെട്ടെന്ന് കമന്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ശ്രീനഗറിൽ നിന്ന് ഗിൽജിത്തിലോട്ട് പോകുന്ന പാസ് ഏതാണ്? ശ്രീനഗറിൽ നിന്ന് ഗിൽജിത്തിലോട്ട് പോകുന്ന പാസ് ബുർസില പാസ്. ബുർസില പാസ്. ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലോട്ടുള്ള പാസ് ബെനിഹൽ. ശ്രീനഗറിൽ നിന്ന് കാർഗിലോട്ടുള്ള പാസ് സോജില പാസ്. ഇനി ലഡാക്കിൽ നിന്ന് സിയാച്ചിനിലോട്ടുള്ള പാസ് കാർത്തൂങ്ല കാർത്തുങ്ല പാസ്. ലഡാക്കിൽ നിന്ന് ചൈനയിലോട്ടുള്ള പാസ്
ചാംഗ്ല ചാംഗ്ല. ചാംഗ്ല ലഡാക്കിൽ നിന്ന് പാസ് ലഹോളയിലോട്ടുള്ള പാസ് ബാരാലാച്ച 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 പാസ്. ബാരാലാച്ച പാസ് ലഹോളിൽ നിന്ന് കുളുവിലോട്ടുള്ള പാസ് രോഹ്താങ് രോഹിതാങ് രോഹിതാങ് പാസ് പാസ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇനി മ്യൂട്ട് ചെയ്തോ. നമുക്ക് അടുത്ത് ബാക്കിയുള്ള പാസുകൾ നോക്കാം. ഓക്കെ, നമുക്ക് ഈ ചുരങ്ങൾ എന്ന് പറയുമ്പോഴേ നമ്മൾ ചുരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായി തന്നെ രൂപം കൊള്ളുന്ന ഒരു വിടവിനെയാണ് നമ്മൾ മെയിനായിട്ടും ചുരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ പേര് ഉംലിംഗ്ല ചുരം എന്നാണ്. ഉംലിംഗ്ല ചുരം എന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരത്തിന്റെ പേര്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരത്തിന്റെ പേര് ചോദിച്ചാൽ ഉംലിംഗ്ല ചുരമാണ്. ഉംലിംഗ്ല ചുരം, UMILING, ഉംലിംഗ്ല ചുരം. ഓക്കെ, ഉംലിംഗ്ല ചുരമാണ് ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലഡാക്കിന്റെ ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്, ഈ ഉംലിംഗ്ല ചുരം. ലഡാക്കിലുള്ള പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളായ ചിസുമുള്ളെ വില്ലേജും അതുപോലെ ഡംചോക്ക് എന്ന് പറയുന്ന രണ്ട് വില്ലേജിനെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇത്രയും മതി. ഉംലിംഗ്ല ചുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ലഡാക്കിലാണ്. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരം, ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഉംലിംഗ്ല ചുരം. ഓക്കെ, ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ ഉംലിംഗ്ല ചുരമാണ്. അത് ലഡാക്കിലാണ്. പ്രധാനമായിട്ടും അത് രണ്ട് വില്ലേജിനെയാണ് കണക്ട് ചെയ്യുന്ന, ചിസ്മുള്ള വില്ലേജിനെയും ഡംചോക്ക് വില്ലേജിനെയും കണക്ട് ചെയ്യുന്ന ഒരു ചുരമാണ് ഉംലിംഗ്ല ചുരം. ഓക്കെ, അപ്പൊ ഉംലിംഗ്ല ചുരം ഏകദേശം 19,000 മുകളിൽ മീൻ സീ ലെവലിൽ നിന്നും 19,000 മുകൾ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചുരമാണ് ഈ ഉംലിംഗ്ല ചുരം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചുരമാണ് ഈ ഉംലിംഗ്ല ചുരം. ഓക്കെ, അപ്പോൾ ഉംലിംഗ്ല ചുരമാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ പഠിക്കാനുള്ള അടുത്തൊരു പ്രധാനപ്പെട്ട ചുരമാണ് കാരക്കോരം ചുരം. ഈ കാരക്കോരം ചുരം എന്ന് പറയുന്നത്, കാരക്കോരം ചുരം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ജമ്മു കാശ്മീർ ലഡാക്ക് ആ യൂണിയൻ ടെറിട്ടറിയെയും ചൈനയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് നമ്മുടെ കാരക്കോരം പാസ്. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ കാരക്കോരം പാസ്. ഏകദേശം ഇതാണ് നമ്മുടെ കാരക്കോരം പാസ്. ഓക്കെ, ഈ കാരക്കോരം പാസ് ഇതിനെയാണ് കാരക്കോരം പാസ് എന്ന് പറഞ്ഞാൽ. കാരക്കോരം പാസ് കണക്ട് ചെയ്യുന്നത് ലഡാക്കിനെയും ചൈനയാണ് കണക്ട് ചെയ്യുന്നത്. കാരക്കോരം പാസ് ലഡാക്കിനെയും ചൈനയും കണക്ട് ചെയ്യുന്ന പാസ്സാണ് കാരക്കോരം പാസ്. ഓക്കെ, കാരക്കോരം പാസ് എന്ന് പറയുന്നത് ലഡാക്കിനെയും ചൈനയും കണക്ട് ചെയ്യുന്ന പാസ്സാണ് കാരക്കോരം പാസ്. ഓക്കെ, ലഡാക്കിനെയും ചൈനയും കണക്ട് ചെയ്യുന്ന പാസ് വെച്ചാൽ കാരക്കോരം പാസ്. ഓക്കെ, അടുത്ത പാസ്സാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്ന അഖിൽ പാസ് ആണ്. അഖിൽ പാസ്. ഓക്കെ, അഖിൽ പാസ് എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിനെയും അല്ലെങ്കിൽ നമ്മുടെ ലഡാക്കിനെയും ചൈനയും കണക്ട് ചെയ്യുന്ന മറ്റൊരു, ഇതാണ് ജമ്മു കാശ്മീരിനെയും ചൈനയും കണക്ട് ചെയ്യുന്ന മറ്റൊരു പാസ്സാണ് അഖിൽ പാസ്. അഖിൽ പാസ് എന്ന് പറയുന്നതും നമ്മുടെ ജമ്മു കാശ്മീർ ലഡാക്ക് അവിടത്തേക്ക് ചൈനയോട്ട് കണക്ട് ചെയ്യുന്ന പാസ്സാണ് നമ്മുടെ അഖിൽ പാസ് എന്ന് പറയുന്നത്. അഖിൽ പാസ് എന്ന് പറയുന്നത്. ഓക്കെ, അഖിൽ പാസ്. അതുപോലെ അടുത്തൊരു പാസ് ഉണ്ട് മിന്തക പാസ്. ഇവിടെ കാണുന്ന ഇവിടെയാണ് മിന്തക പാസ് എന്ന് പറയുന്നത്. മിന്തക പാസ്. മിന്തക പാസിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ട്രൈ ജംഗ്ഷൻ പോയിന്റ് ആണ്. നമ്മുടെ അഫ്ഗാനിസ്ഥാനെയും ഇന്ത്യയെയും അതുപോലെ ചൈനയും നമ്മൾ മൂന്നുപേരും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു പാസ്സാണ് ഈ മിന്തക പാസ് എന്ന് പറയുന്നത്. മിന്തക പാസ്. മിന്തക പാസ് എന്ന് പറയുന്നത് ഒരു ട്രൈ ജംഗ്ഷൻ ആണ്. മൂന്ന് സ്ഥലങ്ങൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഈ മിന്തക പാസ് എന്ന് പറയുന്നത്. അഫ്ഗാനിസ്ഥാനും ചൈനയും ഇന്ത്യയും കൂടെ ചേരുന്നത്, അതാണ് മിന്തക പാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മിന്തക പാസ് എന്ന് പറയുന്നത് ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ചൈന കണക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് അഖിൽ പാസ്. അഖിൽ പാസ് എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിനെയും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് കാരക്കോരം പാസ്. കാരക്കോരം പാസും ലഡാക്കും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ലഡാക്കിനെയും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ കാരക്കോരം പാസ്. ഓക്കെ, ഈ മൂന്ന് പാസും. ഇനി ഈ കാരക്കോരത്തിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പേവബിൾ അല്ലെങ്കിൽ ടാർ ചെയ്തിട്ടുള്ള റോഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കാരക്കോരം ഹൈവേ ആണ്. ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടാർ ചെയ്ത യാത്രായോഗ്യത്തിന് സജ്ജമായ റോഡാണ് ഈ കാരക്കോരം ഹൈവേ എന്ന് പറയുന്നത്. ടാർ ചെയ്ത റോഡാണ് കാരക്കോരം ഹൈവേ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയായിരിക്കും ചോദ്യം ചോദിക്കുന്നത്, ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടാർ ചെയ്ത റോഡ് ഏതാണ്? അത് ചോദിച്ചാൽ കാരക്കോറം ഹൈവേ ആണ്. കാരക്കോറം ഹൈവേ. നമ്മൾ നേരത്തെ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ചോദിച്ചാൽ അത് ഉംലിംഗ്ല ചുരമാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടാർ ചെയ്ത റോഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാരക്കോറം ഹൈവേ ആണ്. കാരക്കോറം ഹൈവേ. ഓക്കെ, ഈ കാരക്കോറം ഹൈവേ എന്ന് പറയുന്നത് പാകിസ്ഥാനെയും ചൈനയും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. പാകിസ്ഥാനെയും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റോഡാണ് ഈ കാരക്കോറം ഹൈവേ റോഡ് എന്ന് പറയുന്നത്. ഏകദേശം 1300 കിലോമീറ്റർ നീളമുള്ള ഒരു ഹൈവേ റോഡാണ് ഈ കാരക്കോറം ഹൈവേ റോഡ് എന്ന് പറയുന്നത്. അത് ഈ പാകിസ്ഥാനെയും ചൈനയും തമ്മിൽ, ഇവിടെ വരുന്ന പാകിസ്ഥാനെയും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചുരമുണ്ട്. അതിന്റെ പേരാണ്
കുഞ്ചർബ ചുരം എന്ന് പറയും. ഈ കുഞ്ചർബ ചുരത്തിൽ കൂടെ പോകുന്ന ഒരു പാസ്സാണ്, ഒരു ഹൈവേ റോഡാണ് ഈ കാരക്കോറം ഹൈവേ റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കുഞ്ചർബ പാസ് എന്ന് പറയുന്നത് നമ്മുടെ പാകിസ്ഥാനെയും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചുരമാണ് ഈ കുഞ്ചർബ പാസ് എന്ന് പറയുന്ന പാസ്. ഓക്കെ, അപ്പം ഈ പാസിൽ കൂടെ വരുന്ന ഒരു റോഡാണ് കാരക്കോറം ഹൈവേ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടാർ ചെയ്ത റോഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാരക്കോറം ഹൈവേ റോഡാണ്. കാരക്കോറം ഹൈവേ റോഡാണ്. ഈ കാരക്കോറം ഹൈവേ റോഡ് കണക്ട് ചെയ്യുന്നത് പാകിസ്ഥാനെയും ചൈനയുമാണ്. ആ കാരക്കോറം ഹൈവേയുടെ കൺട്രോളൊക്കെ പോകുന്നത് നമ്മുടെ ഇത് പാകിസ്ഥാനും ചൈനയ്ക്കും അതിന്റെ കൺട്രോൾ ഒരുമിച്ച് അവർ ഷെയർ ചെയ്താണ് അതിന്റെ നടത്തിപ്പും അതിന്റെ കൺട്രോളും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. ഓക്കെ, അതാണ് കാരക്കോറം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. കാരക്കോറം പാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ ലഡാക്കിലെയും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരമാണ് കാരക്കോറം പാസ് എന്ന് പറയുന്നത്. കാരക്കോറം ഹൈവേ ആണെങ്കിൽ അത് പാകിസ്ഥാനെയും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. കാരക്കോറം ഹൈവേ എന്ന് പറയുന്നത് പാകിസ്ഥാനെയും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് കാരക്കോറം ഹൈവേ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടാർ ചെയ്ത റോഡാണ് ഈ കാരക്കോറം ഹൈവേ എന്ന് പറഞ്ഞത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉംലിംഗ്ല ചുരമാണ്. ഉംലിംഗ്ല ചുരം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ബുർസില നോക്കി, സോജില നോക്കി, ബെനിഹൽ നോക്കി, കാർത്തൂങ്ല, ചാങ്ല, ബാരാലാച്ച, ലോയിത്താങ്, മിന്തക, അഖിൽ പാസ്, കാരക്കോരം പാസ്, ഇത്രയും പാസ് ഇപ്പൊ നമ്മൾ നോക്കി. ഓക്കെ, ഇനി അടുത്ത പാസ്സാണ് ഷിപ്കില പാസ്. ഓക്കെ, ഈ ഷിപ്കില പാസ് എന്ന് പറയുന്നത് നമ്മുടെ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് ഷിപ്കില പാസ് എന്ന് പറയുന്നത്. ഷിപ്കില പാസ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് ഷിപ്കില പാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് ഷിപ്കില പാസ് എന്ന് പറയുന്നത്. ഈ ഷിപ്കില പാസ് വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഒരു നദിയുണ്ട്. നമ്മളിനി നദികളൊക്കെ പഠിക്കുമ്പോൾ നമ്മളവിടെ നോക്കുന്നതാണ്. ഈ ഷിപ്കില പാസ് വഴി, ഈ ഷിപ്കില ചുരം വഴി നമ്മുടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഒരു നദിയുണ്ട്. അതാണ് നമ്മുടെ സത്ലജ്. ട്രിബ്യൂട്ടറി ആയ സത്ലജ് പ്രവേശിക്കുന്നത് ഈ ഷിപ്കില ചുരത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഷിപ്കില ചുരത്തിലൂടെ പ്രവേശിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാലും സത്ലജ് ആണ്. ഷിപ്കില ചുരം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും PSC ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ ഷിപ്കില ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്തും പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റാണ് ഷിപ്കില ചുരം. അടുത്ത് മനാപാസ്. ഓക്കെ, ഈ മനാപാസ് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനാപാസ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലാണ് മനാപാസ് സ്ഥിതി ചെയ്യുന്നത്. ഈ മനാപാസും ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് മനാപാസ്. ഓക്കെ, മനാപാസ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്ന പാസ്സാണ് മനാപാസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ലിപുലെ പാസ് ആണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ലിപുലെ പാസ്. ഈ പടം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഉത്തരാഖണ്ഡ് ഉണ്ട്, ഇവിടെ നേപ്പാൾ ഉണ്ട്, ഇവിടെ ടിബറ്റ് ഉണ്ട്. ഈ മൂന്നിന്റെയും ഒരു ജംഗ്ഷൻ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ചുരമാണ് നമ്മുടെ ലിപുലെ പാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെയും നേപ്പാളിന്റെയും ടിബറ്റിന്റെയും ട്രൈ ജംഗ്ഷൻ പോയിന്റിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലിപുലെ ചുരം. ഇന്ത്യക്കും നേപ്പാളിനും അതുപോലെ ടിബറ്റിനും ഉള്ള ആ ഒരു ജംഗ്ഷൻ പോയിന്റ് സ്ഥിതി ചെയ്യുന്ന ഒരു ചുരമാണ് ലിപുലെ ചുരം എന്ന് പറയുന്നത്. ഇന്ത്യയും നേപ്പാളും തമ്മിൽ ഡിസ്പ്യൂട്ടിലുള്ള ഒരു ചുരം കൂടെയാണ് ഈ ലിപുലെ ചുരം എന്ന് പറയുന്നത്. കൈലാഷ് മൗണ്ടനിൽ പോകാൻ വേണ്ടിയിട്ട് തീർത്ഥാടകരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചുരം കൂടെയാണ് ഈ ലിപുലെ പാസ് എന്ന് പറയുന്നത്. കൈലാഷ് മൗണ്ടനിൽ പോകാൻ വേണ്ടിയിട്ട് തീർത്ഥാടകർ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചുരം കൂടെയാണ് ഈ ലിപുലെ ചുരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലിപുലെ ചുരം എന്ന് പറയുന്നത് ഇന്ത്യയുടെയും നേപ്പാളിന്റെയും അതുപോലെ തന്നെ ടിബറ്റിന്റെയും ഒരു ജംഗ്ഷൻ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ചുരമാണ് ഈ ലിപുലെ ചുരം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയും നേപ്പാളിനെയും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള, ഇന്ത്യക്കും നേപ്പാളിനും ഇടയിൽ ഒരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ചുരം കൂടെയാണ് ഇത് ചുരം, ഈ ലിപുലെ ചുരം എന്ന് പറയുന്നത്. ഓക്കെ, ലിപുലെ ചുരം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ശ്രീനഗറിനെയും ഗിൽജിത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് ബുർസില പാസ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ശ്രീനഗറിനെയും ജമ്മുവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് ബെനിഹൽ പാസ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ശ്രീനഗറിനെയും കാർഗിലെയും കണക്ട് ചെയ്യുന്ന സോജില പാസ്. അത് കഴിഞ്ഞ് ലഡാക്കിനെയും സിയാച്ചിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് കാർത്തൂങ്ല പാസ്. ലഡാക്കിനെയും ലഹൌളിനെയും കണക്ട് ചെയ്യുന്നത് ബാരാലാച്ച പാസ്. ലഹൌളിനെയും കുളുവിനെയും കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ രോഹിത്താങ് പാസ്. ലഡാക്കിനെയും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അതിന്റെ പേര് ചാങ്ല പാസ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഒരു അഖിൽ പാസിന്റെ കാര്യം
അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് അഖിൽ പാസിന്റെ കാര്യമാണ്. ജമ്മു കാശ്മീരിനെയും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് അഖിൽ പാസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് മിന്തക പാസ്. മിന്തക പാസ് എന്ന് പറയുന്നത് ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ചൈന ഇവരുടെ ഒരു ട്രൈ ജംഗ്ഷൻ പോയിന്റിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഈ മിന്തക പാസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കാരക്കോറം പാസ് എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് ഈ കാരക്കോറം പാസ്. അത് കഴിഞ്ഞ് ഷിപ്കില ചുരം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് ചുരത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ ഷിപ്കില ചുരത്തിലൂടെയാണ്. അത് കഴിഞ്ഞ് മനാപാസ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് മനാപാസ് എന്ന് പറയുന്നത് മനാപാസ്. അത് കഴിഞ്ഞ് ലിബുലെ പാസ്. ലിബുലെ പാസ് എന്ന് പറയുന്നത് ഇന്ത്യ, നേപ്പാൾ, ടിബറ്റ് ഈ 3 സ്ഥലങ്ങളുടെയും ഒരു ട്രൈ ജംഗ്ഷൻ പോയിന്റിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ലിബുലെ പാസ് എന്ന് പറയുന്നത്. ഇന്ത്യക്കും നേപ്പാളിനും ഇടയിൽ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചുരം കൂടെയാണ് ഈ ലിബുലെ പാസ് എന്ന് പറയുന്നത്. ലിബുലെ പാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ കാർത്തുങ്ല ചുരം ലഡാക്കിനെയും സിയാച്ചിനെയും കണക്ട് ചെയ്യുന്ന നമ്മുടെ എല്ലാവരും അറിയാം. നമ്മുടെ ഈ ബുള്ളറ്റിലൊക്കെ പയ്യന്മാരെ ഒട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ ബുള്ളറ്റിന്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലാഗ് പോലത്തെ കെട്ടി വെച്ചിരിക്കും. അത് നമ്മുടെ കാർത്തുങ്ല ചുരത്തിൽ കാണപ്പെടുന്ന അവരുടെ ഒരു പ്രയർ ടാഗാണ്. പണ്ട് എല്ലാവരും ഈ കാർത്തുങ്ലയിൽ പോയി ജമ്മുവിൽ ബൈക്കിൽ പോയി എന്നുള്ളതിൻ്റെയൊക്കെ ഒരു അതിന്റെ ഒരു മെമ്മറി ആയിട്ടാണ് ഈ ഒരു ടാഗ് നമ്മുടെയൊക്കെ വണ്ടിയിൽ കെട്ടുന്നത്. അപ്പം അതാണ് നമ്മുടെ ഇവിടെ ഈ ഒരു പ്രദേശത്ത്, അതായത് നമ്മുടെ ലഡാക്കിനെയും സിയാച്ചിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ആ കാർത്തുങ്ല പാസിലാണ് ഈ ഒരു പ്രയർ ടാഗ് ഒക്കെ കാണപ്പെടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. കാർത്തുങ്ല ചുരമൊക്കെ മുമ്പ് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കാർത്തുങ്ല ചുരം. ഓക്കെ, ഇനി അടുത്ത ചുരം. അടുത്ത ചുരം എന്ന് പറയുന്നത് നമ്മുടെ നാഥുല ചുരമാണ്. നാഥുല പാസ്. നാഥുല പാസ് എന്ന് പറയുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് നാഥുല പാസ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് നാഥുല പാസ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ് ചോദിച്ചാൽ അത് നാഥുല പാസ്സാണ്. നാഥുല പാസ്. ഓക്കെ, ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ചുരം കൂടിയാണ് ഈ നാഥുല പാസ് എന്നൊക്കെ പറയുന്നത്. പഴയ സിൽക്ക് റൂട്ടിന്റെയൊക്കെ ഭാഗമാണ് ഈ നാഥുല ചുരമൊക്കെ. അപ്പൊ നാഥുല പാസ് എന്ന് പറയുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് നാഥുല പാസ് എന്ന് പറയുന്നത്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് നാഥുല പാസ്. ഓക്കെ, അതുപോലെ അടുത്ത ജൽപല പാസ്. ജൽപല എന്ന് പറയുന്നത് സിക്കിമിനെയും ലാസയും ടിബറ്റിലെ ലാസയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ജൽപല പാസ്. ജൽപല എന്ന് പറയുന്നത് സിക്കിമിനെയും ലാസയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ജൽപല പാസ്. സിക്കിമിനെയും ലാസയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ജൽപല പാസ്. ഇനി നമ്മുടെ ഈസ്റ്റേൺ സൈഡിലോട്ട് അരുണാചൽ പ്രദേശിലോട്ട് നമ്മൾ പോവുകയാണ്. അരുണാചൽ പ്രദേശിലെയാണ് ബുംല ചുരം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് ബുംല ചുരം. അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് ഈ ബുംല ചുരം. അടുത്തതാണ് ബോംഡില. PSC ഒരുപാട് വട്ടം ചോദിച്ച ചോദ്യമാണ് ബോംഡില ചുരം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിനെയും ആസാമിനെയും ടിബറ്റിനെയും ഇവരെ മൂന്നുപേരെയും, ആസാം, അരുണാചൽ പ്രദേശ്, ടിബറ്റ് ഇവരെ മൂന്നുപേരെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ചുരമാണ് ബോംഡില ചുരം. PSC പൊതുവെ ചോദിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരമായിട്ടാണ് ബോംഡില ചുരത്തെ ചോദിക്കുന്നത്. അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരം ചോദിച്ചാൽ അത് ബോംഡില ചുരം. അടുത്ത ചുരമാണ് ദിഹാങ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിനെയും മ്യാൻമാറിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ചുരമാണ് ദിഹാങ് ചുരം എന്ന് പറയുന്നത്. ദിഹാങ് ചുരം അരുണാചൽ പ്രദേശിനെയും മ്യാൻമാറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരം ചോദിച്ചാൽ അത് ദിഹാങ് ചുരമാണ്. ദിഹാങ് ചുരം അരുണാചൽ പ്രദേശിനെയും മ്യാൻമാറിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ചുരമാണ് ഈ ദിഹാങ് ചുരം. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട നമ്മുടെ നോർത്തേൺ സൈഡിലും ഈസ്റ്റേൺ സൈഡിലും വരുന്ന ചുരങ്ങൾ. ഇനി നോർത്തില് ഇവിടെ വേറെ 2 ചുരങ്ങളുണ്ട്, ഖൈബർ ചുരവും ബോലൻ ചുരവും. നമ്മൾ ഹിമാലയ തുടങ്ങിയ സമയത്ത് പഠിച്ചതാണ് ഖൈബർ ചുരവും ബോലൻ ചുരവും. അതാണ് ഞാൻ അത് പറയാത്ത ഹിന്ദുകുഷ് മൗണ്ടനിൽ സ്ഥിതി ചെയ്യുന്ന ഖൈബറും ബോലൻ ചുരവും. ഓക്കെ, അപ്പോൾ ഇത്രയും ചുരങ്ങളായപ്പോഴേക്കും നമ്മുടെ നോർത്തേൺ പാർട്ടിലുള്ള ഏകദേശം എല്ലാ ചുരങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞത് ശ്രീനഗറിനെയും ഗിൽജിത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ് പറഞ്ഞു. അതെന്ന് പറയുന്നത് ശ്രീനഗറിനെയും ഗിൽജിത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ് ബൂർജില പാസ് എന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ പറഞ്ഞത് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സോജില പാസ് എന്ന് പറഞ്ഞു. ശ്രീനഗറും ജമ്മുവും ബെനിഹൽ പാസ്. ലഡാക്ക് സിയാച്ചിൻ ചോദിച്ചാൽ കാർത്തുങ്ല. ലഡാക്കും ലഹൌളും എന്ന് പറയുന്നത് ബാരാലാച്ച പാസ്. ലഹൌളും കുളും എന്ന് പറയുന്നത് രോഹിത്താം പാസ്. അത് കഴിഞ്ഞ് ലഡാക്കിനെ ചൈനയോട്ട് കണക്ട് ചെയ്യുന്നത് ചാങ്ല പാസ്. അത് കഴിഞ്ഞ് മിന്തക പാസ് പറഞ്ഞു. മിന്തക പാസ് എന്ന് പറയുന്നത് ഒരു ട്രൈ ജംഗ്ഷൻ പോയിന്റ് ആണ്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ചൈനയ്ക്കും ഇടയിലുള്ള ഒരു ട്രൈ ജംഗ്ഷൻ പോയിന്റ് ആണ് മിന്തക പാസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് അഖിൽ പാസ് ആണ്. ജമ്മു കാശ്മീർ ലഡാക്കിനെയും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് ഏത് അഖിൽ പാസ്. അതുപോലെ കാരക്കോരം പാസ് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരിനെയും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് കാരക്കോരം പാസ്.
അതുപോലെ ഷിപ്കില ചുരം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരം. മനാപാസ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ലഡാക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ചുരങ്ങളാണ് ഏകദേശം ഒക്കെ പറഞ്ഞ. ബുർസില ചുരം, സോജില ചുരം, ബെനിഹിൽ ചുരം, അങ്ങനെയുള്ള ചുരങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇവിടെ നോക്കി വെക്കണം. ഇതിൽ ഏതെങ്കിലും ചുരം ഇനി പറയണോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ചുരങ്ങളുടെ ഭാഗത്തില്? കേട്ടില്ല. സാർ, ചാങ്ല പാസും കാരക്കോണം പാസും ശരിക്കും രണ്ടും ചൈനയും ലഡാക്കും തമ്മിലുള്ളതല്ലേ? ചാങ്ല പാസ് ലഡാക്കും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. കാരക്കോറം പാസ് എന്ന് പറയുന്നതും ലഡാക്കും ചൈനയിലോട്ട് വരുന്ന പാസ്സാണ്. രണ്ട് ചുരങ്ങളാണ്. ഓ അല്ല, രണ്ടും ഒരേ, അതായത് ചൈനയും ലഡാക്കും തമ്മിലുള്ളതല്ലേ? അതെ. ഓക്കെ, ചുരങ്ങളുടെ വേറെ ബുംല ചുരം, ബോംഡില ചുരം. ഓക്കെ. ബുംല ചുരം. സർ, ഹലോ സർ. ഈ റോഹ്താങ് ചുരത്തിന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം അങ്ങനെ എന്തോ പോയിന്റ്സ് ഉണ്ടോ? അത് രോഹിത്താങ് ചുരത്തിൽ വന്നത് തുരങ്കപാതയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിമാലയ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തുരങ്കപാത അതാണ് നമ്മുടെ രോഹിത്താങ് പാസിലുള്ള അടൽ ടണൽ എന്ന് പറയുന്നത്. അടൽ ടണൽ. അത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ദൈർഘ്യമേറിയ തുരങ്കപാതയാണ്. ഓക്കെ, തുരങ്കപാതയാണ്. 9.02 കിലോമീറ്റർ നീളമുള്ള രോഹിത്താങ് പാസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോ പിന്നെ ബോംഡില ചുരവും ബുംല ചുരവും അതെന്ന് പറയുന്നത്, ബുംല ചുരം എന്ന് പറയുന്നത് നമ്മുടെ അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ബുംല ചുരം എന്നത്. അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരമാണ് ബുംല പാസ് എന്ന് പറഞ്ഞാൽ ബുംല പാസ്. ബോംഡില ചുരം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ്സാണ് ഈ ബോംഡില ചുരം. ഈ ബോംഡില ചുരം ആസാമിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ PSC എപ്പോഴും ചോദിക്കാറുള്ളത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരം ഏതാണ്? ബോംഡില ചുരമാണ് കൂടുതലും PSC ചോദിച്ചിട്ടുള്ളത്. ബോംഡില ചുരം. ദിഹാങ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിനെയും മ്യാൻമാറിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ചുരമാണ് ദിഹാങ് ചുരം എന്ന് പറയുന്നത്. ഡിഹാങ്ങും ഉണ്ട്, ദിബാങ്ങും ഉണ്ട്. അതായത് നമ്മൾ ഇനി നദികൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് ബ്രഹ്മപുത്ര നദിക്ക് 2 പേരുണ്ട്. ദിഹാങ് എന്നും അറിയപ്പെടും, ദിബാങ് എന്നും അറിയപ്പെടും. ദിഹാങ് എന്ന് അറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശിലാണ്. കാരണം ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഈ ദിഹാങ് എന്ന് പറയുന്ന സ്ഥലത്തിലൂടെയാണ് ഇന്ത്യയിലോട്ട് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പറയുന്നത് ദിഹാങ് നദി എന്ന് അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. ആസാമില് ദിബാങ് എന്നും ഈ ബ്രഹ്മപുത്ര നദിയെ പറയപ്പെടും. ഓക്കെ, നമ്മൾ നദികൾ പഠിക്കുമ്പോൾ ബ്രഹ്മപുത്ര നദി പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ സർ. നമുക്കിനി അടുത്ത പാർട്ടിലോട്ട് പോവാം. സാർ, ഇതിൽ ഏറ്റവും ഉയരത്തിൽ ചുരം ഏതാ? കേട്ടില്ല. ഹലോ, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരം? ഉംലിംഗ്ല ചുരം. അത് ലഡാക്കിലാണ്. ഉംലിംഗ്ല ചുരം അത് ലഡാക്കിലുള്ള പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ, 2 വില്ലേജിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഈ ഉംലിംഗ്ല ചുരം എന്ന് പറയുന്നത്. ചിസ്മുള്ളെ വില്ലേജും ഡെംചോക്ക് വില്ലേജും, അങ്ങനെ 2 വില്ലേജസിനെ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോവാം. അടുത്ത ഡെസേർട്ട് ആണ് നമുക്ക് പഠിക്കാനുള്ള ഡെസേർട്ട്. ഇപ്പൊ ഡെസേർട്ടിനെ കുറിച്ച് നമുക്ക് അധികം പോയിന്റ്സ് ഒന്നുമില്ല, കാരണം നമ്മൾ പെനിൻസുലാർ പാർട്ട് പഠിച്ചപ്പോഴേക്കും അതിൽ നമ്മൾ മരുസ്ഥലി ഭാഗർ പ്ലെയിൻ ഒക്കെ പഠിച്ചതാണ്. അപ്പൊ അതിനകത്ത് വരുന്ന കാര്യങ്ങളേ ഉള്ളൂ, അതിൽ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. അതായത് നമ്മുടെ ഡെസേർട്ടിൽ വരുന്നത്, നമ്മുടെ ആരവല്ലി മൗണ്ടൻസ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ആരവല്ലി മൗണ്ടൻസ് സ്ഥിതി ചെയ്യുന്നത് ഈ ആരവല്ലി മൗണ്ടൻസിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ ഡെസേർട്ട് ആയിട്ടുള്ള ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ താർ ഡെസേർട്ട് എന്നൊക്കെ പറയുന്നത് ഈ ഭാഗത്താണ് വരുന്നത്. അത് ആരവല്ലി മൗണ്ടൻ റേഞ്ചിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി പർവ്വതനിരയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് താർ ഡെസേർട്ട് അല്ലെങ്കിൽ രാജസ്ഥാൻ ഡെസേർട്ട് എന്നല്ല അറിയപ്പെടുന്ന ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇവിടുത്തെ ഈ റീജിയൻ പറയുന്ന പേരാണ് മരുസ്ഥലി റീജിയൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മരുസ്ഥലി ഭാഗർ പറഞ്ഞു. ഇവിടുത്തെ ആ ഒരു പ്ലെയിനെ നമ്മൾ പറയുന്ന പേരാണ് മരുസ്ഥലി ഭാഗർ എന്ന് പറയുന്നത്. അതിൽ മരുസ്ഥലി എന്ന് പറയുന്നത് ഫുള്ളി ഒരു ഡെസേർട്ടഡ് റീജിയൻ ആണ്, പക്ഷെ ഭാഗർ എന്ന് പറയുന്നത് ഒരു സെമി ഡെസേർട്ടഡ് റീജിയൻ ആണ്. അപ്പൊ ഈ മരുസ്ഥലി റീജിയനിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ താർ ഡെസേർട്ട് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ രാജസ്ഥാൻ പ്ലെയിനിന്റെ കൂടുതൽ ഭാഗം എന്ന് പറയുന്നതും ഈ മരുസ്ഥലി ഭാഗമാണ്. അതായത് താർ ഡെസേർട്ട് കവർ ചെയ്യുന്നതാണ് രാജസ്ഥാന്റെ കൂടുതൽ പോർഷനും വരുന്നത്. ഓക്കെ, ഇത് ഇവിടെ മെയിൻ ആയിട്ടുള്ള നദി ഏതാണെന്ന് വെച്ചാൽ റിവർ വരുന്നത് ലൂണിയാണ്. ലൂണി നദിയുടെ ഫോർമേഷൻ ഒക്കെ കാരണമാണ്
ഈ ഒരു ഇത് പ്ലെയിനൊക്കെ ഇവിടെ ഫോം ചെയ്യുന്നത്. അത് നമ്മൾ മരുസ്ഥലി ഭാഗത്ത് നോക്കിയപ്പോൾ പറഞ്ഞ കാര്യമാണ്. പിന്നെ ഇതിനകത്ത് ഓർക്കാനുള്ള കാര്യം, നമ്മൾ മെയിനായിട്ട് ഈ താർ ഡെസേർട്ട് അല്ലെങ്കിൽ ഈ രാജസ്ഥാൻ ഡെസേർട്ടിൽ കാണുന്ന എന്താണ് മെയിനായിട്ട് അവിടെ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് ബർക്കൻസ് എന്ന് പറയും. ബർക്കൻസ് ഈ ഫിഗറിൽ കാണുന്നത് പോലെ ബർക്കൻസ്. ബർക്കൻസ് എന്ന് പറയുന്നത് മണലുകൾ കണ്ട് രൂപം കൊള്ളുന്ന ഒരു മണൽത്തിട്ട പോലത്തെ ഒരു സാധനമാണ്. അതായത് കാറ്റിന്റെ ഒരു ഇതനുസരിച്ച് മണൽ പറന്ന് രൂപം കൊള്ളുന്ന ഒരു ഭാഗമാണ് ഈ ബർക്കൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത്രയും ഓർത്താൽ മതി. ബർക്കൻസ് കാണപ്പെടുന്ന ഇത് റീജിയൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡെസേർട്ട് റീജിയനിലാണ് ബർക്കൻസ് കാണപ്പെടുന്നത്. അതുപോലെ ബർക്കൻസ് പോലെ മറ്റൊന്നാണ് മഷ്റൂം റോക്സ് എന്ന് പറയുന്നത്. മഷ്റൂം റോക്സ് നമ്മളെ മഷ്റൂം പോലെ കല്ലുകൾ ഫോം ചെയ്യും. അതായത് കാറ്റ് അടിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഈ പാറകളുടെ മറ്റും പാർട്ടുകളെല്ലാം നശിച്ചു പോകും. അപ്പൊ പിന്നെ ഇത് കാണുന്നത് ഒരു മഷ്റൂമിന്റെ ആകൃതിയിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ് അവിടുത്തെ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ചോദിച്ചാൽ, ഒന്ന് ബർക്കൻസ് ആണ്, മറ്റൊന്ന് മഷ്റൂം റോക്കാണ്, അതുപോലെ ഒയാസിസിസ്. ഓക്കെ, മരുപ്പച്ച. ഇതൊക്കെയാണ് ഇവിടെ കൂടുതലും കാണപ്പെടുന്നത്, ഡെസേർട്ട് റീജിയനിൽ കാണപ്പെടുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഡെസേർട്ട് റീജിയൻ ഇവിടുത്തെ, അതായത് രാജസ്ഥാൻ ഈ ഒരു ഭാഗത്ത് റെയിൻഫോൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. 150 സെന്റിമീറ്റർ ഇവിടെ റെയിൻഫോൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാലാവസ്ഥ ഇനി പഠിക്കുമ്പോൾ പറയും, കാരണം ഇവിടെ ഒരു ആരവല്ലി മൗണ്ടൻ റേഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന പല നമ്മുടെ ഇന്ത്യക്കകത്ത് വരുന്ന പല കാലാവസ്ഥകളുടെയും പല മൺസൂൺസും ഇങ്ങോട്ട് പ്രവേശിക്കുന്നില്ല, രാജസ്ഥാനിലോട്ട് പ്രവേശിക്കുന്നില്ല. ആരവല്ലി ഇങ്ങനെ നമുക്കിവിടെ ഒരു ബാരിയറായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ റെയിൻഫോൾ ഒക്കെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്തോളാം. റെയിൻഫോൾ കുറവായിട്ടുള്ള ഒരു റീജിയൻ ആണ് ഈ താർ ഡെസേർട്ട് എന്ന് പറയുന്ന റീജിയൻ, രാജസ്ഥാനിലെ താർ ഡെസേർട്ട് എന്ന് പറയുന്ന റീജിയൻ. ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത്, അല്ലെങ്കിൽ ഈ താർ ഡെസേർട്ടിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് താർ ഡെസേർട്ട് എങ്കിൽ ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിലെ ഈ നോർത്തേൺ പാർട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാൻ, ഈ സിന്ധ് റീജിയനിലോട്ട് കിടക്കുന്നതാണ് ഈ നോർത്തേൺ പാർട്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ സദേൺ പാർട്ട് വരുന്നത് നമ്മുടെ റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിന്റെ ഭാഗത്തോട്ട് വരുന്നതിനെയാണ് അതിന്റെ സദേൺ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഏതിനെ ഡിവൈഡ് ചെയ്യാം? ഈ താർ ഡെസേർട്ടിനെ ഏകദേശം ഡിവൈഡ് ചെയ്യാം. താർ ഡെസേർട്ടിന്റെ മുകളിലത്തെ പോർഷൻ അല്ലെങ്കിൽ നോർത്തേൺ പോർഷൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ സിന്ധ് റീജിയൻ അവിടെയായിട്ടാണ് വരുന്നത്. അതിന്റെ സദേൺ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കച്ച്, ഗുജറാത്തിലെ കച്ച്, റാൻ ഓഫ് കച്ചുമായിട്ടൊക്കെ ആ ഒരു പ്രവേശിൽ വരുന്നതാണ് നമ്മുടെ ഈ താർ ഡെസേർട്ടിന്റെ സദേൺ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ട് 3 ലേക്സ് ആണുള്ളത്. 3 തടാകങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ഒരു തടാകം നമുക്ക് എല്ലാവർക്കും അറിയാം, സാമ്പാർ. ഒരു തടാകം സാമ്പാർ. നമ്മൾ തടാകം പഠിക്കുമ്പോൾ ഓരോന്നിനെയും സ്പെഷ്യാലിറ്റീസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഒന്ന് സാമ്പാർ ഉണ്ട്, അതുപോലെ കച്ചാമൻ ലേക്ക് എന്ന് പറഞ്ഞ്, കച്ചാമൻ ലേക്ക്, KUCHAMAN, KUCHAMAN. ഓക്കെ, അങ്ങനെ ഒരു ലേക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ മറ്റൊന്നാണ് ദിദ്വാന ലേക്ക്, DIDWANA, ദിദ്വാന ലേക്ക്. ഈ ദിദ്വാന ലേക്കിന്റെ തീരത്ത് ഒരുപാട് ഉപ്പ് കമ്പനികളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും ഇവിടെ ഉള്ള 3 ലേക്സ് ആണ്. ഒന്ന് സാമ്പാർ, മറ്റൊന്ന് കച്ചാമൻ, മറ്റൊന്ന് ദിദ്വാന. ഈ 3 തടാകങ്ങളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഈ രാജസ്ഥാനിലെ താർ ഡെസേർട്ടിലാണ്. ഓക്കെ, രാജസ്ഥാനിലെ താർ ഡെസേർട്ടിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 തടാകങ്ങളാണ്. ഒന്ന് നമ്മുടെ സാമ്പാർ, മറ്റൊന്ന് കച്ചാമൻ, മറ്റൊന്ന് ദിദ്വാന. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഓർക്കുക. ഇവിടുത്തെ റിവർ ഞാൻ പറഞ്ഞു, ലൂണിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നദി എന്ന് പറയുന്നത്. അപ്പോൾ താർ ഡെസേർട്ടിൽ കൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ലൂണിയാണ്. താർ ഡെസേർട്ടിൽ കൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ലൂണിയാണ്, ലൂണി. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും നീളം കൂടിയ മരുഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അത് താർ ഡെസേർട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മരുഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അത് താർ ഡെസേർട്ടാണ്, താർ ഡെസേർട്ട്. ഓക്കെ, നമ്മള് ലഡാക്ക് ഒക്കെ പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു. ലഡാക്കിന് നമ്മൾ പറയുന്ന പേരാണ് കോൾഡ് ഡെസേർട്ട്. ലഡാക്ക് അറിയപ്പെടുന്നത് കോൾഡ് ഡെസേർട്ട് എന്നാണ്, കോൾഡ് ഡെസേർട്ട്. അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ലഡാക്ക് കോൾഡ് ഡെസേർട്ട് ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡെസേർട്ട് ചോദിച്ചാൽ അത് താർ ഡെസേർട്ടാണ്, താർ ഡെസേർട്ട്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും വരണ്ട ഭൂമി അല്ലെങ്കിൽ വരണ്ട പ്രദേശം എന്നറിയപ്പെടുന്ന ഏതാണ്? മുമ്പ് സ്ഥിരം PSCയുടെ ചോദ്യമാണ്. ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. ഇന്ത്യയിലെ ഏറ്റവും വരണ്ട മരുഭൂമി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ വരണ്ട പ്രദേശം, ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏതാണ്? വരണ്ട പ്രദേശമാണ്, വരണ്ട പ്രദേശം. രാജസ്ഥാനിലെ ജയ്സാൽമീർ ആണ്. ഇന്ത്യയിലെ വരണ്ട മരുഭൂമി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജയ്സാൽമീർ ആണ്. ജയ്സാൽമീർ എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലാണ്, രാജസ്ഥാനിൽ.
അതുപോലെ ഇന്ത്യയിൽ ചൂട് കൂടിയ സ്ഥലം, ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം, ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം. ആൾവാറാണ്, ആൾവാർ. ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ചോദിച്ചാൽ രാജസ്ഥാനിലെ ആൾവാറാണ്. ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ചോദിച്ചാൽ രാജസ്ഥാനിലെ ആൾവാറാണ്. ഓക്കെ, ഇന്ത്യയിലെ ചൂട് കൂടിയ സ്ഥലം, ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ചോദിച്ചാൽ ആൾവാറാണ്, ആൾവാർ. ഓക്കെ, അപ്പോൾ ചില റാങ്ക് ഫയലിൽ, പഴയ റാങ്ക് ഫയലിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ബാമർ ആയിരിക്കും കിടക്കുന്നത്, അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം അല്ലെങ്കിൽ ചൂട് കൂടിയ സ്ഥലം ചോദിച്ചാൽ ആൾവാറാണ്, ആൾവാർ, ആൾവാർ. ഓക്കെ, ബാമർ അല്ല, ആൾവാറാണ്, ആൾവാർ. തെറ്റിപ്പോകരുത്. ഓക്കെ, എന്നാൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ചൂട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഒരു ദിവസം റെക്കോർഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് രാജസ്ഥാനിലെ ഫലൂഡിയാണ്. രാജസ്ഥാനിലെ ഫലൂഡിയ, രാജസ്ഥാനിലെ ഫലൂഡിയ, രാജസ്ഥാനിലെ ഫലൂഡിയയാണ് ഇന്ത്യയിലെ ഏറ്റവും, ഒരു ദിവസം തന്നെ ഏറ്റവും കൂടുതൽ ചൂട് റെക്കോർഡ് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത്. 51°C ചൂടാണ് അവിടെ അന്നത്തെ ഒരു ദിവസം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് റിപ്പോർട്ട് ചെയ്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫലൂഡിയാണ്, ഫലൂഡിയ. ഫലൂഡിയ എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലാണ്. ഫലൂഡിയ എവിടെയാണ് സ്ഥിതി ചെയ്യണമെന്ന് വെച്ചാൽ രാജസ്ഥാനിലാണ്, രാജസ്ഥാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡെസേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആരവല്ലി മൗണ്ടൻ റേഞ്ചസിന്റെ വടക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ രാജസ്ഥാൻ ഡെസേർട്ട് അല്ലെങ്കിൽ താർ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്ലെയിൻ റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് മരുസ്ഥലി ഭാഗർ എന്ന് പറയുന്നത്. ഇതിൽ മരുസ്ഥലി എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഡെസേർട്ട് എന്നാണ് അർത്ഥം. മരുസ്ഥലി എന്ന് പറയുമ്പോൾ അത് ഡെസേർട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, രാജസ്ഥാൻ പ്ലെയിനിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ രാജസ്ഥാൻ പ്ലെയിനിൽ വെച്ച് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് പ്ലേസ് ഏതാണെന്ന് വെച്ചാൽ അത് താർ ഡെസേർട്ട് ആണ്, താർ ഡെസേർട്ട്. ഓക്കെ, ഇവിടുത്തെ റെയിൻഫോൾ ഒക്കെ വളരെ കുറവാണ്. 150 mm ആണ് ഒരു വർഷത്തെ റെയിൻ. അതുപോലെ നമുക്കിവിടെ ഓർക്കാനുള്ളത്, ഇവിടെ വെജിറ്റേഷൻ ഒക്കെ കുറവാണ്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ലോ റെയിൻഫോൾ ഇല്ലാത്തൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലൈമറ്റിന് നമ്മൾ അറിഡ് ക്ലൈമറ്റ് എന്നൊക്കെ പറയും. അതായത് ഇവിടെ പ്രത്യേകിച്ച് കൃഷിയോ അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട തടാകങ്ങൾ ചോദിച്ചാൽ അത് സാമ്പാർ, കച്ചാമൻ, അതുപോലെ ദിതുവാന, 3 ലേക്ക് ഉണ്ട്. അത് ഈ കച്ചാമനും ദിതുവാനയും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ലൂഡി നദിയുടെ റിവർ ബേസിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന 2 തടാകങ്ങളാണ് ഈ കച്ചാമനും ദിതുവാന ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ദിതുവാന ലേക്ക് സാൾട്ട് ബിസിനസ്സും ഒക്കെ അതിന്റെ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, ദിതുവാന ലേക്കിന്റെ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഈ താർ ഡെസേർട്ടിലുള്ള ഒരേ ഒരു നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ലൂണി നദിയാണ്, ലൂണി നദി. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെസേർട്ട്, ഏറ്റവും നീളം കൂടിയ ഡെസേർട്ട്, ഏറ്റവും വലിയ ഡെസേർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് താർ ഡെസേർട്ട് ആണ്, താർ ഡെസേർട്ട്. എന്നാൽ കോൾഡ് ഡെസേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലഡാക്ക് ആണ്, ലഡാക്ക്. സാൾട്ട് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് റാൻ ഓഫ് കച്ച് ആണ്, റാൻ ഓഫ് കച്ച്. ഓക്കെ, സാൾട്ട് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് റാൻ ഓഫ് കച്ച് ആണ്. മുമ്പ് ഒരിക്കൽ SSCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, സാൾട്ട് ഡെസേർട്ട് ഇൻ ഇന്ത്യ, ഓൺലി സാൾട്ട് ഡെസേർട്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്? അപ്പൊ സാൾട്ട് ഡെസേർട്ട് ഇൻ ഇന്ത്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് റാൻ ഓഫ് കച്ച് ആണ്. തെറ്റിപ്പോകരുത്, സാൾട്ട് ഡെസേർട്ട് ഇൻ ഇന്ത്യ ചോദിച്ചാൽ അത് റാൻ ഓഫ് കച്ച് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ വരണ്ട മരുഭൂമി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ജയ്സാൽമീർ, രാജസ്ഥാനിലെ ജയ്സാൽമീർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വരണ്ട മരുഭൂമി അല്ലെങ്കിൽ ഏറ്റവും വരണ്ട പ്രദേശം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ചൂട് കൂടിയ സ്ഥലം ചോദിച്ചാൽ അത് ആൾവാറാണ്, രാജസ്ഥാനിലെ ആൾവാറാണ്, രാജസ്ഥാനിലെ ആൾവാറാണ് ഇന്ത്യയിൽ ചൂട് കൂടിയ സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂട് റിപ്പോർട്ട് ചെയ്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫലൂഡിയാണ്, രാജസ്ഥാനിലെ ഫലൂഡിയ, രാജസ്ഥാനിലെ ഫലൂഡിയ. 51°C ആണ് അവിടെ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചൂടെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഡെസേർട്ടിനകത്ത് നിന്ന് അധികം ചോദ്യങ്ങളൊന്നും, ഇതുപോലെ ചൂട് കൂടിയ പ്രദേശവും അതുപോലെ വരണ്ട മരുഭൂമിയും ഒരു ദിവസം കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ചൂട് കൂടിയ സ്ഥലവും അതൊക്കെയാണ് PSC ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ലൂണി നദിയുടെ കാര്യവും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ലൊക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ ആരവല്ലിയുടെ വടക്ക് പടിഞ്ഞാറ്, നോർത്ത് വെസ്റ്റിലായിട്ടാണ് ആര് വരുന്നത്? ഈ താർ ഡെസേർട്ട് വരുന്നത്, താർ ഡെസേർട്ട്. ഓക്കെ, പിന്നെ അവിടെ കാണപ്പെടുന്നത്, അവിടുത്തെ ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അവിടെ കാണപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഈ ബർക്കൻസിനെ നമ്മൾ ഷിഫ്റ്റിംഗ് ഡ്യൂൺസ് എന്നും പറയും. ചില ബുക്കിനകത്തൊക്കെ ഷിഫ്റ്റിംഗ് ഡ്യൂൺസ് എന്നായിരിക്കും ചിലപ്പോൾ കിടക്കപ്പെടുന്നത്. അത് ഓരോ സമയം, അതായത് കാറ്റിന്റെ ഇതനുസരിച്ച് ഇത് വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കും ഓരോ സ്ഥലങ്ങളിൽ. ഒരിക്കൽ തന്നെ കാണുന്നിടത്ത് തന്നെ വീണ്ടും നമ്മൾ പോയി നോക്കുമ്പോൾ ഒരു ഡ്യൂൺ കാണണം എന്നില്ല. ഓക്കെ, അതുപോലെ ഒയാസിസും മഷ്റൂം റോക്കും അതെല്ലാം എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതെല്ലാം ഈ ഡെസേർട്ട് റീജിയനിൽ കാണപ്പെടുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്ത്യൻ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഡെസേർട്ടിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ.
ഇന്ത്യയുടെ ഫിസിക്കൽ ഫീച്ചറാണ് തീരപ്രദേശം. ഇന്ത്യയുടെ തീരപ്രദേശം. ഓക്കെ, ഇന്ത്യയുടെ തീരപ്രദേശം. ഓക്കെ, അപ്പോ അതിനും താർ ഡെസേർട്ട് തന്നെയാണ്. താർ ഡെസേർട്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെസേർട്ടും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡെസേർട്ട് എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം താർ ഡെസേർട്ട് ആണ്. താർ ഡെസേർട്ട്. അതുപോലെ അടുത്തത് ഇന്ത്യയുടെ തീരപ്രദേശമാണ്. അപ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് കടല് ഉള്ളത്? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് കടൽ പ്രദേശം അല്ലെങ്കിൽ തീരപ്രദേശം ഉള്ളത്? ഒന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യയിൽ എത്ര 9. സംസ്ഥാനം? 9. ഏതൊക്കെയാണ് ആ സംസ്ഥാനം? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാരും. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്ര, ഒറീസ, വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ തീരപ്രദേശമാണ്. ഇന്ത്യയുടെ തീരപ്രദേശം. ഓക്കെ, ഇന്ത്യയുടെ തീരപ്രദേശത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു മേഖല കൂടെയാണ് ഈ തീരപ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശം എത്ര കിലോമീറ്റർ ആണ്? ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത്, കോസ്റ്റൽ ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നോക്കിയതാണ്. എത്രയാണ് ഇന്ത്യയുടെ ഉപദ്വീപീയ ഇന്ത്യയുടെ കോസ്റ്റൽ ലെന്ത് എന്ന് പറയുന്നത്? ഉപദ്വീപീയ ഇന്ത്യയുടെ കോസ്റ്റൽ ബൗണ്ടറി എത്രയാണ്? ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. എത്ര കിലോമീറ്റർ ആണ്? 7517. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഞാൻ ഉപദ്വീപീയ ഇന്ത്യയാണ് ചോദിച്ചത്. ഉപദ്വീപീയ ഇന്ത്യ, പെനിൻസുലാർ ഇന്ത്യ. പെനിൻസുലാർ ഇന്ത്യ 6053. അതെ, 6100. 6100 കിലോമീറ്റർ ആണ്. 6100 കിലോമീറ്റർ ആണ്. ഓക്കെ, നമ്മൾ ആൻഡമാന്റെയും ലക്ഷദ്വീപിന്റെയും കോസ്റ്റൽ ഏരിയ കൂടെ കവർ ചെയ്യുമ്പോഴാണ് അത് 7517 കിലോമീറ്റർ ആവുന്നത്. ഓക്കെ, 7517 കിലോമീറ്റർ ആവുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ തീരപ്രദേശം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തുടങ്ങി അവിടെ നിന്ന് താഴോട്ട് വന്ന് തിരിച്ച് നമ്മുടെ ഈസ്റ്റേൺ സൈഡിൽ വെസ്റ്റ് ബംഗാളിന്റെ അവിടെ സുന്ദർബൻസ് വരെ കിടക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ തീരപ്രദേശം ഇല്ലെങ്കിൽ തീരസമതലം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ തീരപ്രദേശം അല്ലെങ്കിൽ തീരസമതലം എന്ന് പറയുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് വരെ കിടക്കുന്ന ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തീരപ്രദേശം എന്ന് പറയുന്നത്. തീരപ്രദേശം അല്ലെങ്കിൽ തീരസമതലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങൾക്കാണ് കടല് ബൗണ്ടറി ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 9 സംസ്ഥാനങ്ങൾക്കാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ. ഇങ്ങനെ 9 സംസ്ഥാനങ്ങൾക്കാണ് തീരപ്രദേശം വരുന്നത്. ഓക്കെ, ഈ 9 സംസ്ഥാനങ്ങളിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. രണ്ടാമത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഏത് സംസ്ഥാനത്തിനാണ്? രണ്ടാമത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. മൂന്നാമത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതായിരിക്കും? മൂന്നാമത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയല്ല, അല്ലല്ല, തമിഴ്നാടാണ്. തമിഴ്നാട്. ഓക്കെ, നാലാമത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് മഹാരാഷ്ട്രയാണ്. നാലാമത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള മഹാരാഷ്ട്രയാണ്. അപ്പൊ അഞ്ചാമത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതായിരിക്കും? കേരള. എല്ലാരും സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് ആണ്. അഞ്ചാമത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. കേരളം. അപ്പം കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 5ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ഓക്കെ, കേരളത്തിന് എത്രാം സ്ഥാനമാണെന്ന് വെച്ചാൽ 5ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഗുജറാത്തിനാണ്, 2ാം സ്ഥാനം ആന്ധ്രാപ്രദേശിനാണ്, 3ാം സ്ഥാനം തമിഴ്നാടിനാണ്, 4ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്, 5ാം സ്ഥാനം കേരളത്തിന്. ഓക്കെ, അപ്പോ ആ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കാം. കാരണം ഇതിൽ നിന്ന് വീണ്ടും ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ആരും ഒന്നും പറയണ്ട, കമന്റ് ചെയ്താൽ മതി. ആന്ധ്രാപ്രദേശ്. ഓക്കെ, അപ്പോ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. അപ്പം ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ ചോദിച്ചാലൊക്കെ അറിയാലോ. ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര, കേരള. ഓക്കെ, ഇനി ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള സംസ്ഥാനം ഗോവയാണ്. ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള സംസ്ഥാനം ഗോവയാണ്. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്തു. ഗോവയാണ്.
പക്ഷേ റീസെന്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം ഗോവയും കാട്ടിയും കടൽ തീരം കുറവുള്ള ഒരു സംസ്ഥാനമുണ്ട്. വെസ്റ്റ് ബംഗാളിന് ഗോവയും കാട്ടിയും കടൽ തീരം കുറവെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. പക്ഷെ നമ്മുടെ PSCയുടെ ഉത്തരവ് എന്ന് പറയുന്നത് ഗോവ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ഗോവയാണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ തീരപ്രദേശത്തെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, തീരപ്രദേശത്തെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ സൈഡിൽ നമുക്കെല്ലാം അറിയാം, നമ്മുടെ കേരളത്തിന്റെ ഭാഗത്ത് വരുന്ന കടൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അറേബ്യൻ സീ ആണ്. ഈ ഒരു ഭാഗത്ത് വരുന്നത് അറേബ്യൻ സീ ആണ്. ഇവിടെ വരുന്നത് ബേ ഓഫ് ബംഗാൾ ആണ്. ബേ ഓഫ് ബംഗാൾ. അതുപോലെ ഇവിടെ ഒരു മലനിരയുണ്ട്, അതുപോലെ ഇവിടെയും ഒരു മലനിരയുണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെസ്റ്റേൺ ഘട്ട് അല്ലെങ്കിൽ പശ്ചിമഘട്ടം. ഇവിടെയുണ്ട് ഈസ്റ്റേൺ ഘട്ട്. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ ഘട്ടും ഉണ്ട്, ഈസ്റ്റേൺ ഘട്ടും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ തീരപ്രദേശത്തെ നമ്മൾ മെയിനായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് അതിന്റെ വെസ്റ്റേൺ സൈഡിലുള്ളതിനെയും ഒന്ന് ഈസ്റ്റേൺ സൈഡിലുള്ളതിനെയും നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് പശ്ചിമ തീര സമതലം, ഈ ഭാഗത്ത് വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പശ്ചിമ തീര സമതലം. ഓക്കെ, ഇത് ഈ സൈഡിൽ വരുന്നതിന് പറയുന്ന പേരാണ് പശ്ചിമ തീര സമതലം. ഇപ്പുറത്ത് വരുന്നതാണ് പൂർവ്വ തീര സമതലം. ഇപ്പുറത്തെ സൈഡിൽ വരുന്നതാണ് പൂർവ്വ തീര സമതലം, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അപ്പം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും. ഓക്കെ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെയാണ് നമ്മൾ പശ്ചിമ തീര സമതലം എന്നും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ നമ്മൾ പൂർവ്വ തീര സമതലം എന്നും. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഈ തീരപ്രദേശത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ പശ്ചിമ തീര സമതലം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘട്ടിന്റെയും അറേബ്യൻ സീന്റെയും ഇടയിൽ കാണപ്പെടുന്ന ആ പ്രദേശത്തെ പറയുന്ന പേരാണ് പശ്ചിമ തീര സമതലം എന്ന് പറയുന്നത്. വെസ്റ്റേൺ പശ്ചിമഘട്ടത്തിനും അതുപോലെ അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് പശ്ചിമ തീര സമതലം എന്ന് പറയുന്നത്, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതുപോലെ ഈസ്റ്റേൺ ഘട്ടിനും ഇത് നമ്മുടെ ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൂർവ്വ തീര സമതലം അല്ലെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും രണ്ടും ഓർത്തോളണം. ഓക്കെ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ വരുന്ന കടൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് അറേബ്യൻ സീ ആണ്. അതുപോലെ ഈസ്റ്റേൺ സൈഡിൽ വരുന്ന അല്ലെങ്കിൽ പൂർവ്വ തീര സമതലത്തിൽ വരുന്ന കടൽ ചോദിച്ചാൽ അത് ബംഗാൾ ഉൾക്കടൽ. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് പശ്ചിമ തീര സമതലം നോക്കാം. പശ്ചിമ തീര സമതലം എന്ന് പറയുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പശ്ചിമ തീര സമതലം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പശ്ചിമ തീര സമതലം. ഈ പശ്ചിമ തീര സമതലത്തെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഗുജറാത്ത് റീജിയൻ. ഈ ഒരു റീജിയൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുജറാത്ത് റീജിയൻ. അതായത് റാൻ ഓഫ് കച്ച് മുതൽ ദമൻ വരെയുള്ള പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുജറാത്ത് തീരം. ഓക്കെ, റാൻ ഓഫ് കച്ച് മുതൽ ദമൻ വരെയുള്ള സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ഗുജറാത്ത് തീരം. ഓക്കെ, പണ്ട് PSC ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം ഇങ്ങനെയായിരുന്നു, റാൻ ഓഫ് കച്ച് മുതൽ റോഹ വരെയുള്ള സ്ഥലത്തിലുള്ള തീരത്തെ വിളിക്കുന്ന പേരെന്ത്? അതായിരുന്നു പണ്ട് ഗുജറാത്ത് തീരം എന്ന് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്ന് NCERTയും SCERTയും സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്തെല്ലാം പറഞ്ഞേക്കുന്നത് ഗുജറാത്ത് തീരം എന്ന് പറയുന്നത് റാൻ ഓഫ് കച്ച് മുതൽ ധമൻ വരെ. ഓക്കെ, അപ്പോൾ റാൻ ഓഫ് കച്ച് മുതൽ ധമൻ വരെയുള്ള പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഗുജറാത്ത് തീരം. ഇനി ധമൻ മുതൽ ഗോവ വരെയുള്ള റീജിയനെ വിളിക്കുന്ന പേരാണ് കൊങ്കൺ കോസ്റ്റ്. ധമൻ മുതൽ ഗോവ വരെയുള്ള റീജിയനെ വിളിക്കുന്ന പേരാണ് കൊങ്കൺ കോസ്റ്റ്. ധമൻ മുതൽ ഗോവ വരെയുള്ള റീജിയനെ വിളിക്കുന്ന പേരാണ് കൊങ്കൺ തീരം. അപ്പൊ തെറ്റിപ്പോകരുത്. ധമൻ മുതൽ ഗോവ വരെയുള്ള റീജിയനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ കൊങ്കൺ തീരം എന്ന് പറയുന്നത്, കൊങ്കൺ തീരം. പക്ഷെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ധമൻ മുതൽ വടക്കൻ കർണാടക വരെ, കർണാടകയുടെ വടക്ക് ഭാഗം വരെ കിടക്കുന്ന കടൽ തീരത്തിന് വിളിക്കുന്ന പേരെന്താണ്? കൊങ്കൺ തീരം. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊങ്കൺ തീരം പറഞ്ഞിരിക്കുന്നത് ധമൻ മുതൽ ഗോവ വരെയാണ്. എന്നാൽ PSC സാധാരണയായിട്ട് കൊടുക്കുന്ന ഓപ്ഷൻ ഇങ്ങനെയാണ്, ധമൻ മുതൽ വടക്കൻ കർണാടകയുടെ നോർത്ത് ഭാഗം വരെ ഉള്ളതിനെയാണ് കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത മലബാർ തീരം എന്ന് പറയുന്നത് കർണാടകയുടെ തെക്കൻ ഭാഗം മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മലബാർ തീരം എന്ന് പറയുന്നത് നമ്മുടെ തെക്കൻ കർണാടക മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലത്തെയാണ് നമ്മൾ മലബാർ തീര സമതലം. പശ്ചിമ തീര സമതലത്തെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഒന്ന് ഗുജറാത്ത് തീരം, മറ്റൊന്ന് കൊങ്കൺ തീരം, മറ്റൊന്ന് മലബാർ തീരം. ഓക്കെ, 3 റീജിയൻ ആണ്. ഒന്ന്
ഗുജറാത്ത് തീരം, 2 കൊങ്കൺ തീരം, 3 മലബാർ തീരം. ഇങ്ങനെ 3ആയിട്ടാണ് നമ്മൾ ഗുജറാത്ത് അല്ലെങ്കിൽ പശ്ചിമ തീരത്തെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പശ്ചിമ തീരം എന്ന് പറയുമ്പോഴേക്കും വെസ്റ്റേൺ ഘട്ടിന്റെയും അറബിക്കടലിന്റെയും ഇടയ്ക്ക് വരുന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പശ്ചിമ തീരം എന്ന് വിളിക്കുന്നത്. ആ പശ്ചിമ തീരത്തെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഗുജറാത്ത് തീരം, 2 കൊങ്കൺ തീരം, 3 മലബാർ തീരം. ഓക്കെ, അതിൽ ഗുജറാത്ത് തീരം എന്ന് പറയുന്നത് റാൻ ഓഫ് കച്ച് മുതൽ ദമൻ വരെയാണ്. റാൻ ഓഫ് കച്ച് മുതൽ ദമൻ വരെയാണ്. രണ്ടാമതെന്ന് പറയുന്നത് ദമൻ മുതൽ ദമൻ മുതൽ ഗോവ വരെ, അല്ലെങ്കിൽ ദമൻ മുതൽ വടക്കൻ കർണാടക വരെയുള്ള റീജിയനെയാണ് കൊങ്കൺ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത് തെക്കൻ കർണാടക മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് മലബാർ കോസ്റ്റ്. തെക്കൻ കർണാടക മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് മലബാർ കോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് പശ്ചിമ തീര സമതലത്തിലെ പ്രധാനപ്പെട്ട 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഗുജറാത്ത് തീരം. ഓക്കെ, ഗുജറാത്ത് തീരം മെയിനായിട്ടും ഗുജറാത്ത് സമതലം അല്ലെങ്കിൽ ഗുജറാത്ത് തീരപ്രദേശം എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ, അത് സബർമതി നദിയുടെയും മാഹി നദിയുടെയൊക്കെ ഫ്ലോ, ആ 2 നദികളുടെ ഡെപ്പോസിഷണൽ ആക്ടിവിറ്റീസ് കാരണമാണ് ഈ ഒരു ബേസിൻ ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഗുജറാത്ത് തീരത്തിൽ മെയിനായിട്ടും വരുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് സബർമതി നദിയും അതുപോലെ മാഹി നദിയൊക്കെയാണ്. മാഹി നദി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. സാൾട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ലവണ മരുഭൂമി അല്ലെങ്കിൽ സാൾട്ട് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിലെ സാൾട്ട് ഡെസേർട്ട് അല്ലെങ്കിൽ ലവണ മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ റാൻ ഓഫ് കച്ച് ആണ്. റാൻ ഓഫ് കച്ച്. ഓക്കെ, ഇന്ത്യയിലെ ഒരേ ഒരു സാൾട്ട് ഡെസേർട്ട് അല്ലെങ്കിൽ ലവണ മരുഭൂമി എന്നറിയപ്പെടുന്നതാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. റാൻ ഓഫ് കച്ച്. ഈ റാൻ ഓഫ് കച്ചിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിന്റെ മുകളിൽ വരുന്ന പോർഷനെ നമ്മൾ ഗ്രേറ്റ് കച്ച് എന്നും താഴെയുള്ളതിനെ ലിറ്റിൽ കച്ച് എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മുകളിലുള്ളതിനെ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് എന്നും താഴെയുള്ളതിനെ ലിറ്റിൽ കച്ച് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ റാൻ ഓഫ് കച്ച് എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ, റാൻ ഓഫ് കച്ച് എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ, ലവണ മരുഭൂമി എന്നറിയപ്പെടുന്നത് നമ്മുടെ റാൻ ഓഫ് കച്ച് ആണ്. റാൻ ഓഫ് കച്ച് എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ ലവണ മരുഭൂമി എന്നാണ് റാൻ ഓഫ് കച്ച് അറിയപ്പെടുന്നത്. റാൻ ഓഫ് കച്ച്. ഈ ഗ്രേറ്റ് റാൻ ഓഫ് കച്ചിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഗ്രേറ്റ് റാനും മറ്റൊന്ന് ലിറ്റിൽ എന്നും. അതിന്റെ നോർത്തിൽ വരുന്ന ഭാഗത്ത് നമ്മൾ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് എന്ന് പറയും. അതിന്റെ സദേൺ പാർട്ട് അല്ലെങ്കിൽ തെക്കൻ ഭാഗത്ത് വരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലിറ്റിൽ റാൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ പശ്ചിമ തീര സമതലവും അതുപോലെ തന്നെ പൂർവ്വ തീര സമതലവും നോക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ 2 വശത്തുള്ള സമതലങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ പശ്ചിമ തീര സമതലത്തിന്റെ വീതി എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്നാൽ പൂർവ്വ തീര സമതലം ഇല്ലെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിന്റെ വീതി എന്ന് പറയുന്നത് വളരെ കൂടുതലുമാണ്. ഓക്കെ, ഈ 2 സമതലങ്ങൾ, അതായത് പശ്ചിമ തീര സമതലവും അതുപോലെ പൂർവ്വ തീര സമതലവും നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യത്യാസം അതാണ്. രണ്ടിടത്തെയും വിഡ്ത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ പശ്ചിമ തീര സമതലവും പൂർവ്വ തീര സമതലവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മുടെ ഇന്ത്യയുടെ ഫോർമേഷൻ, ഹിമാലയത്തിന്റെ ഫോർമേഷൻ ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പ്ലാറ്റ് ടെക്ടോണിക് തിയറി ഒക്കെ പറഞ്ഞതാണ്. അന്നുണ്ടായ ആ ഒരു കൂട്ടിമുട്ടലിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പൊസിഷനിൽ ചെറിയൊരു ചരിവുണ്ട് ഇന്ത്യക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു തീരപ്രദേശം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിൽ ഈ തീരപ്രദേശത്തെ പറയാം. ഒന്ന് സബ്മേർജന്റ് കോസ്റ്റും മറ്റൊന്ന് എമർജന്റ് കോസ്റ്റും. ഓക്കെ, സബ്മേർജന്റ് കോസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും അവിടെ കരയും കടലും തമ്മിലുള്ള അകലം വളരെ കുറവാണ്. അതായത് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്ന പേര് സബ്മർജന്റ് കോസ്റ്റ് ആണ്, സബ്മർജന്റ് കോസ്റ്റ്. അതേസമയം ഈ ഒരു ഭാഗത്ത്, അതായത് ഈസ്റ്റേൺ സൈഡിൽ അല്ലെങ്കിൽ പൂർവ്വ തീര സമതലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എമർജന്റ് കോസ്റ്റ് ആണ്. അതായത് കടൽ തീരവും അതുപോലെ കടൽ തീരവും കടലും കരയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതിനിടയ്ക്ക് ഒരു നല്ലൊരു പ്ലേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റീജിയൻ നമ്മൾ പറയുന്ന പേര് എമർജന്റ് കോസ്റ്റ് ആണ്. എമർജന്റ് കോസ്റ്റ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡെൽറ്റ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ ഡെൽറ്റാസ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഈസ്റ്റേൺ സൈഡിലാണ്, പൂർവ്വ തീര സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഡെൽറ്റാസ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഡെൽറ്റാസ് കാണപ്പെടുന്നത് തന്നെ ഇവിടെ നമ്മളിങ്ങനെ നദി ഒഴുകി പോകുമ്പോൾ ഇവിടെ ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഡെപ്പോസിഷണൽ ആക്ടിവിറ്റീസ് എല്ലാം നദി ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടായിരിക്കും പിന്നീട് പോകുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ ഡെപ്പോസിഷൻ ആക്ടിവിറ്റീസ് ഒരുപാട് കൂടുതലാണ്. അങ്ങനെയൊക്കെ ഫോം ചെയ്യുന്നതാണ് ഇവിടെ വരുന്ന ഡെൽറ്റാസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി, നമ്മുടെ പശ്ചിമ തീര സമതലം എന്ന് പറയുന്നത് ഒരു സബ്മർജന്റ് തീരപ്രദേശമാണ്. എന്നാൽ നമ്മുടെ
പൂർവ്വതീര സമതലം എന്ന് പറയുന്നത് ഒരു എമർജന്റ് കോസ്റ്റൽ സോൺ ആണ്, ഒരു എമർജന്റ് തീര സമതലമാണ്, അല്ലെങ്കിൽ ഒരു എമർജന്റ് തീരപ്രദേശമാണ് നമ്മുടെ ഈസ്റ്റേൺ സർ സൈഡിലുള്ള കോസ്റ്റൽ പ്ലെയിൻ. ഒന്നും കൂടി ഒന്ന് പറയോ? ഓക്കെ. അതിനെയാണ് നമ്മൾ പൂർവ്വതീര സമതലം എന്ന് പറയുന്നത്. അതായത് പശ്ചിമതീര സമതലത്തെയും പൂർവ്വതീര സമതലത്തെയും നമുക്കൊരു മെയിൻ ആയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ രണ്ടിനെയും നമുക്ക് സബ്മർജന്റ് കോസ്റ്റൽ സോൺ എന്നും എമർജന്റ് കോസ്റ്റൽ സോൺ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സബ്മർജന്റ് കോസ്റ്റൽ സോൺ എന്നും എമർജന്റ് കോസ്റ്റൽ സോൺ എന്നും ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സബ്മർജന്റ് കോസ്റ്റൽ സോൺ എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ഭാഗത്ത് കരയുടെയും കടലിന്റെയും അകലം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതേസമയം എമർജന്റ് കോസ്റ്റൽ സോണിന്റെ ആ ഒരു സൈഡില് കടലും കരയും തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും, അവിടുത്തെ വീതി വളരെ കൂടുതലായിരിക്കും. നമുക്കറിയാം ഇവിടെ പശ്ചിമഘട്ടം ഉണ്ട്, ഇവിടെ വെസ്റ്റേൺ ഘട്ടം ഉണ്ട്, ഇവിടെ ഈസ്റ്റേൺ ഘട്ടം ഉണ്ട്, വെസ്റ്റേൺ ഘട്ടം ഉണ്ട്, ഈ ഒരു ഭാഗത്ത് ഈസ്റ്റേൺ ഘട്ടം ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ആ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു സൈഡിൽ, ഈ വെസ്റ്റേൺ സൈഡിൽ അത് വളരെ കുറവായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി, നമ്മുടെ പശ്ചിമ തീര സമതലം എന്ന് പറയുന്നത് ഒരു സബ്മർജന്റ് കോസ്റ്റൽ സോൺ ആണ്, സബ്മർജന്റ് കോസ്റ്റൽ സോൺ. നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലോട്ടൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ തീരത്തിലുള്ള കോസ്റ്റൽ സോൺ നോക്കുമ്പോഴേക്കും ഗുജറാത്ത്, കർണാടക ആ ഭാഗങ്ങളിലൊക്കെ ഈ തീരപ്രദേശത്തിന്റെ നീളം ഭയങ്കര വീതി വളരെ കുറവാണ്. എന്നാൽ കേരളത്തിലോട്ട് എത്തുമ്പോഴേക്കും അതിന്റെ വീതി കൂടി വരികയാണെന്നും പറയപ്പെടുന്നുണ്ട്. നമുക്കിപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ നോക്കണ്ട, ജസ്റ്റ് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. പശ്ചിമ തീര സമതലം എന്ന് പറയുന്നത് ഒരു സബ്മർജന്റ് കോസ്റ്റൽ സോണിന് എക്സാമ്പിൾ ആണ്. അതേസമയം പൂർവ്വതീര സമതലം എന്ന് പറയുന്നത് ഒരു എമർജന്റ് കോസ്റ്റൽ സോണിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതുപോലെ ഈ എമർജന്റ് കോസ്റ്റൽ സോണിന്റെ ഒരു ഫീച്ചർ കാരണമാണ് ഇവിടെ എന്തുണ്ടാകുന്നത്, ഡെൽറ്റാസ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഡെൽറ്റാസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലം ചോദിച്ചാൽ അത് പൂർവ്വതീര സമതലമാണ്, പൂർവ്വതീര സമതലം. ഓക്കെ, അപ്പോൾ പശ്ചിമതീര സമതലവും പൂർവ്വതീര സമതലത്തിൽ വരുന്ന ഒരു വ്യത്യാസം അതാണ്. പൂർവ്വതീര സമതലം എന്ന് പറയുന്നത് ഒരു എമർജന്റ് കോസ്റ്റൽ സോൺ ആണ്, എന്നാൽ പശ്ചിമതീര സമതലം എന്ന് പറയുന്നത് ഒരു സബ്മർജന്റ് കോസ്റ്റൽ സോൺ ആണ്. ഓക്കെ, നമുക്കപ്പോൾ നേരത്തെ പറഞ്ഞതിലോട്ട് തന്നെ വരാം. നമ്മൾ ഗുജറാത്ത് സോണാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റാൻ ഓഫ് കച്ച്, അതായത് ഈ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ് നമ്മൾ പറഞ്ഞു. ഈ റാൻ ഓഫ് കച്ചിലെ ഒരു സ്ഥലമാണ് സർ ക്രീക്ക് എന്ന് പറയും, സർ ക്രീക്ക് എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഈ സർ ക്രീക്ക് എന്ന് പറയുന്ന പോയിന്റ് ആണ് പാകിസ്ഥാൻ സിന്ധ് മേഖലയിലാണ് വരുന്നത്, ഈ ഒരു ഭാഗത്തിലായിട്ടാണ് വരുന്നത്. പാകിസ്ഥാൻ സിന്ധ് മേഖലയിൽ വരുന്ന ഒരു പാർട്ടാണ് ഈ സർ ക്രീക്ക് എന്ന് പറയുന്നത്. ഇതൊരു കനാലാണ്, സർ ക്രീക്ക് എന്ന് പറയുന്ന ഒരു കനാലാണ് ഈ ഭാഗത്ത് വരുന്നത്. സർ ക്രീക്ക് എന്ന് പറയുന്ന ഒരു കനാല്, അത് ഈ പാകിസ്ഥാൻ സിന്ധ് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ സിന്ധ് മേഖലയിൽ നിന്ന് നമ്മുടെ ഗുജറാത്തിനെ വേർതിരിക്കുന്ന ഒരു കനാലാണ് ഈ സർ ക്രീക്ക് എന്ന് പറയുന്ന കനാല്. സർ ക്രീക്ക് എന്ന് പറയുന്ന കനാല് പാകിസ്ഥാന്റെ സിന്ധ് മേഖലയെയും ഗുജറാത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കനാലാണ് ഈ സർ ക്രീക്ക് രേഖ എന്ന് പറയുന്നത്. ഓക്കെ, സർ ക്രീക്ക് രേഖ എന്ന് പറയുന്നത്. ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, ബാൻ ഗംഗ എന്നറിയപ്പെടും. ബാൻ ഗംഗ BAAN ഗംഗ, ബാൻ ഗംഗ എന്നറിയപ്പെടുന്നത് ഈ സർ ക്രീക്ക് ആണ്. ബാൻ ഗംഗ എന്നറിയപ്പെടുന്നത്, ഓക്കെ, ബാൻ ഗംഗ എന്നറിയപ്പെടുന്നത് ഈ സർ ക്രീക്ക് ആണ്, സർ ക്രീക്ക്. ഇവിടെയുള്ള ഏകദേശം ഒരു 96 കിലോമീറ്റർ ഒരു വാട്ടർ ബോഡി അല്ലെങ്കിൽ ആ ഒരു വാട്ടർ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഈ സർ ക്രീക്കിൽ സ്ഥിതി ചെയ്യുന്നത്. അത് ഇന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ടഡ് ഏരിയ കൂടെയാണ് ഈ സർ ക്രീക്കിലുള്ള ഒരു 96 കിലോമീറ്ററോളം നീളമുള്ള ഒരു വാട്ടർ ബോഡിയുടെ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇത്രയും ഓർത്ത് വെച്ചിരിക്കുക, സർ ക്രീക്ക് എന്ന് പറയുന്നത് പാകിസ്ഥാൻ സിന്ധ് മേഖലയെ നമ്മുടെ ഗുജറാത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഭാഗമാണ് ഈ സർ ക്രീക്ക് എന്ന് പറയുന്നത്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ റാൻ ഓഫ് കച്ച് ആ ഭാഗത്താണ് വരുന്നത്. അതുപോലെ റാൻ ഓഫ് കച്ചിലെ ഒരു കനാലാണ് സർ ക്രീക്ക് എന്ന് പറയുന്നത്. സർ ക്രീക്കിന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ ബാൻ ഗംഗ എന്നറിയപ്പെടുന്നത് ഈ സർ ക്രീക്കാണ് ബാൻ ഗംഗ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മളിനി വനമേഖലയൊക്കെ പഠിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ബയോസ്ഫിയർ റിസർവും അതുപോലെ മറൈൻ ബയോസ്ഫിയർ റിസർവും ഒക്കെ. അപ്പൊ അതിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ആണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്നത് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ആണ്. അതുപോലെ ഇന്ത്യയിലെ 4 മറൈൻ നാഷണൽ പാർക്ക് ഉണ്ട്. ഈ 4 മറൈൻ നാഷണൽ പാർക്കില് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗൾഫ് ഓഫ് കച്ച് ആണ്. ഗൾഫ് ഓഫ് കച്ച് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗൾഫ് ഓഫ് കച്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ് ഈ ഗൾഫ് ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ചോദിച്ചാൽ അത്
ഏതാണ്? ഗൾഫ് ഓഫ് കച്ച് ആണ്. ഗൾഫ് ഓഫ് കച്ച് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ഏതാണെന്ന് വെച്ചാൽ ഗൾഫ് ഓഫ് കച്ച്, ഗുജറാത്ത് ആണ്. ഇന്ത്യയിൽ 4 മറൈൻ നാഷണൽ പാർക്കാണ് ഉള്ളത്. ഗൾഫ് ഓഫ് കച്ച്, അതുപോലെ ഗൾഫ് ഓഫ് മാന്നാർ, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, അതുപോലെ നമ്മുടെ ആൻഡമാൻ നിക്കോബാറിൽ 2 ഉണ്ട്. ഒന്ന് ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്കും അതുപോലെ മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്കും. ഓക്കെ, അപ്പൊ നമുക്കത് വനമേഖല പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാം. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഗൾഫ് ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്നത്, ഗൾഫ് ഓഫ് കച്ച് എന്ന് പറയുന്ന മറൈൻ നാഷണൽ പാർക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കായ ഗൾഫ് ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കായ ഗൾഫ് ഓഫ് കച്ച് എവിടെയാണെന്ന് വെച്ചാൽ ഗുജറാത്തിലാണ്, ഗുജറാത്തിൽ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാലും ഗുജറാത്താണ്. റാൻ ഓഫ് കച്ച് ആണ് ഗുജറാത്ത്. റാൻ ഓഫ് കച്ച് ഗുജറാത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ വന്യജീവി സങ്കേതം ചോദിച്ചാലും. ഓക്കെ, അപ്പോൾ ഇതിത്രയാണ് ഗുജറാത്ത് തീര സമതലമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പശ്ചിമതീര സമതലത്തിൽ പറഞ്ഞ കാര്യം ഇത്രയാണ്. പശ്ചിമതീര സമതലം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘട്ടിനും അതുപോലെ അറബിക്കടലിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പശ്ചിമതീര സമതലം എന്ന് പറയുന്നത്. ഈ പശ്ചിമതീര സമതലത്തെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്, ഗുജറാത്ത് തീരം, മറ്റൊന്ന് കൊങ്കൺ തീരം, അതുപോലെ അടുത്തത് മലബാർ തീരം. ഗുജറാത്ത് തീരം എന്ന് പറയുന്നത് റാൻ ഓഫ് കച്ചിനെയും അതുപോലെ ദമനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. റാൻ ഓഫ് കച്ചിനെയും ദമന്റെ ഇടയ്ക്ക് വരുന്ന പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗുജറാത്ത് തീരം. കൊങ്കൺ തീരം എന്ന് പറയുമ്പോഴേക്കും ദമനെയും അതുപോലെ വടക്കൻ കർണാടക അല്ലെങ്കിൽ ദമൻ ടു ഗോവ, 2 ഓർത്തോളം, ദമൻ ടു ഗോവ അല്ലെങ്കിൽ ദമൻ ടു വടക്കൻ കർണാടക. തെക്കൻ കർണാടക മുതൽ കന്യാകുമാരി വരെയുള്ള തീരത്തെ നമ്മൾ പറയുന്ന പേരാണ് മലബാർ തീരം. മലബാർ തീരം. ഓക്കെ, മലബാർ തീരം. പണ്ട് നമ്മൾ പറയുന്നത് ഗുജറാത്തിലെ കച്ച് മുതൽ കത്തിയാവാർ വരെയുള്ള തീരത്തെയാണ് നമ്മൾ ഗുജറാത്ത് തീരം എന്നൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ PSCക്ക് വേണ്ടുന്ന ഉത്തരം ഇത്രയും നമ്മൾ പഠിച്ചാൽ മതി. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. മറ്റ് ക്ലാസിഫിക്കേഷൻ ഒന്നും നമ്മുടെ PSCക്ക് ആവശ്യമില്ല. PSCക്ക് ഈ 3 ക്ലാസിഫിക്കേഷൻ മതി. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഗുജറാത്ത് തീരം എന്ന് പറയുന്നത് റാൻ ഓഫ് കച്ച് മുതൽ ദമൻ വരെയാണ്. കൊങ്കൺ തീരം എന്ന് പറയുന്നത് ദമൻ ടു വടക്കൻ കർണാടകയാണ്. മലബാർ തീരം എന്ന് പറയുന്നത് തെക്കൻ കർണാടക മുതൽ കന്യാകുമാരി വരെയാണ്. ഓക്കെ, പിന്നെ ഗുജറാത്ത് തീരം ഫോം ചെയ്യാൻ കാരണമായ നദികൾ ചോദിച്ചാൽ സബർമതി നദിയും മാഹി നദിയുടെ നിക്ഷേപ ഫലമായി രൂപം കൊണ്ട തീരമാണ് ഗുജറാത്ത് തീരം. ലവണ മരുഭൂമി എന്നറിയപ്പെടുന്നതാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ലവണ മരുഭൂമി എന്നറിയപ്പെടുന്നതാണ് റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. റാൻ ഓഫ് കച്ചിന് അതിന്റെ ടോപ്പ് പോർഷനിൽ വരുന്നതിനെ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് എന്നും താഴെ വരുന്നതിനെ ലിറ്റിൽ റാൻ എന്നും നമ്മൾ പറയുമെന്ന് പറഞ്ഞു. അതുപോലെ റാൻ ഓഫ് കച്ചിൽ വരുന്ന ഒരു കനാലാണ് സർ ക്രീക്ക് എന്ന് പറയുന്ന കനാല്. പാകിസ്ഥാന്റെ സിന്ധ് മേഖലയിൽ നിന്ന് ഗുജറാത്തിനെ വേർതിരിക്കുന്ന കനാലാണ് ഈ സർ ക്രീക്ക് എന്ന് പറയുന്ന കനാല്. സർ ക്രീക്ക് എന്ന് പറയുന്ന കനാല്. ഓക്കെ, ഇന്ത്യയിലെ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മേഖല വരുന്നതും ഈ ഒരു ഭാഗത്താണ്. ഏകദേശം ഒരു 96 കിലോമീറ്ററോളം നീളമുള്ള ഒരു വാട്ടർ സ്ട്രിപ്പ് ഇന്നും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഡിസ്പ്യൂട്ട് നടക്കുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ ബാൻഗംഗ എന്നറിയപ്പെടുന്നതും ഈ സർ ക്രീക്ക് ആണ്. ബാൻഗംഗ എന്നറിയപ്പെടുന്നതും സർ ക്രീക്ക് ആണ്. അതുപോലെ നമ്മൾ ഇവിടെ പറഞ്ഞൊരു കാര്യമാണ് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ആണ് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. അതുപോലെ ഇന്ത്യയിലെ ആദ്യ മറൈൻ നാഷണൽ പാർക്ക് ചോദിച്ചാൽ അത് ഗൾഫ് ഓഫ് കച്ച് ആണ്. അതും ഗൾഫ് ഓഫ് കച്ച്. ഓക്കെ, ഇത്രയും കാര്യം. അതുപോലെ ഇനി ഇവിടെ ഓർക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ തീരപ്രദേശത്തിൽ പശ്ചിമ തീര സമതലത്തിൽ ഏറ്റവും അധികം തടാകങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മലബാർ തീരത്തിലാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരങ്ങൾ കാണപ്പെടുന്നത് നമ്മുടെ മലബാർ തീരത്തിലാണ്. നമുക്കറിയാം മലബാർ തീരത്തിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട്ട് തടാകമാണ്. മലബാർ കോസ്റ്റൽ ഏരിയയിലെ ഏറ്റവും വലിയ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് തടാകമാണ്. വേമ്പനാട്ടിലേക്ക്. ഓക്കെ, അപ്പം ഏറ്റവും അധികം തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന റീജിയൻ ചോദിച്ചാൽ മലബാർ തീരമാണ്. അതുപോലെ ഏറ്റവും വലിയ തടാകം, മലബാർ തീരത്തിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ അത് വേമ്പനാട് ലേക്ക്. അതുപോലെ നമ്മളിനി മൺസൂൺസ് പഠിക്കുമ്പോൾ അവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. നമുക്കറിയാം മൺസൂൺ നമുക്ക് 4 ഉണ്ട്. അതിലൊന്നാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയും. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്നത് സൗത്തിനും വെസ്റ്റിനും ഇടയിൽ നിന്നാണ് ഇന്ത്യയിലോട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഏറ്റവും അധികം ലഭിക്കുന്നത് ഏത് തീരപ്രദേശത്തിലാണെന്ന് ചോദിച്ചാൽ പശ്ചിമ തീരത്തിൽ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും അധികം ലഭിക്കുന്നത് ഏത് തീരത്തിലാണെന്ന് ചോദിച്ചാൽ പശ്ചിമ തീര സമതലത്തിലാണ് ഏറ്റവും അധികം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും അധികം ലഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പശ്ചിമ തീരത്തിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂണുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ട കാര്യം.
അല്ല പശ്ചിമ തീര സമതലമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തതാണ് പൂർവ്വതീര സമതലം. പൂർവ്വതീര സമതലം. ഓക്കെ. അതുപോലെ നമ്മുടെ ഈ പശ്ചിമ തീര സമതലത്തിൽ അല്ലെങ്കിൽ ഈ തീരപ്രദേശം മൊത്തം എടുക്കുകയാണെങ്കിലും ഈ തീരപ്രദേശത്തിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന കാർഷിക വിള അല്ലെങ്കിൽ കൃഷി എന്താണെന്ന് ചോദിച്ചാൽ തെങ്ങും നെല്ലും ഒക്കെയാണ്. തെങ്ങും നെല്ലും ഒക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ തീരപ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ തീരപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട കൃഷി ഏതാണെന്ന് ചോദിച്ചാൽ അത് തെങ്ങ്, നെല്ല് ഇവയൊക്കെയാണ്. തെങ്ങും നെല്ലും ഒക്കെയാണ് തീരപ്രദേശത്തിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന കാർഷിക വിള എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത പൂർവ്വതീര സമതലം. പൂർവ്വതീര സമതലത്തെ നമുക്ക് മെയിൻ ആയിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് കൊറമാൻഡൽ കോസ്റ്റും മറ്റൊന്ന് നോർത്തേൺ സിർക്കാസും. നോർത്തേൺ സിർക്കാസും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കച്ച് മുതൽ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് വരെ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. അതിൽ സുന്ദർബൻസ് മുതൽ ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ റിവർ ബേസിൻ വരെയുള്ള ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, നോർത്തേൺ സിർക്കാസ്. നോർത്തേൺ സിർക്കാസ്. അതുപോലെ കൃഷ്ണ ബേസിൻ മുതൽ നമ്മുടെ കന്യാകുമാരി വരെയുള്ള പോർഷൻ വിളിക്കുന്ന പേരാണ് കൊറമാൻഡൽ കോസ്റ്റ്. കൊറമാൻഡൽ കോസ്റ്റ്. ഓക്കെ. അപ്പോൾ പൂർവ്വതീര സമതലത്തെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് നോർത്തേൺ സിർക്കാസും മറ്റൊന്ന് കൊറമാൻഡൽ കോസ്റ്റും. ഓക്കെ. നോർത്തേൺ സിർക്കാസും മറ്റൊന്ന് കൊറമാൻഡൽ കോസ്റ്റും. ഈ നോർത്തേൺ സിർക്കാസ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ മുതൽ കൃഷ്ണ റിവർ ബേസിൻ വരെയാണ്. അടുത്ത കൃഷ്ണ റിവർ ബേസിൻ മുതൽ കന്യാകുമാരി വരെയുള്ള പോർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറമാൻഡൽ കോസ്റ്റ്. കൊറമാൻഡൽ കോസ്റ്റ്. ഓക്കെ. ഇനി നമ്മുടെ ഈ പൂർവ്വതീര സമതലത്തിനകത്ത് ഓർക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈസ്റ്റേൺ ഘട്ടിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന റീജിയൻ ആണ് നമ്മുടെ പൂർവ്വതീര സമതലം എന്ന് പറയുന്നത്. ഈ പൂർവ്വതീര സമതലം എന്ന് പറയുന്നത് ഒരു എമർജന്റ് കോസ്റ്റൽ സോണിന് ഉദാഹരണം കൂടെയാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഏറ്റവും അധികം ഡെൽറ്റാസ് രൂപം കൊള്ളുന്നതും കാണപ്പെടുന്നതും എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പൂർവ്വതീര സമതലത്തിലാണ് ഏറ്റവും കൂടുതൽ ഡെൽറ്റാസ് കാണപ്പെടുന്നത്. ഇത് വിസ്തീർണം കൂടിയ തീരസമതലമാണ്. നമ്മളെ പശ്ചിമ തീരോട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ വീതി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ വിസ്തീർണം കൂടിയ തീരസമതലമാണ് നമ്മുടെ ഈ പൂർവ്വതീര സമതലം എന്ന് പറയുന്നത്. അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഈ ഒരു പ്രദേശത്താണ്. പൂർവ്വതീര സമതലത്തിലാണ് ഏറ്റവും കൂടുതൽ വടക്ക് കിഴക്കൻ മൺസൂൺ. നോർത്ത് ഈസ്റ്റേൺ മൺസൂണുമായിട്ട് ബന്ധപ്പെട്ട കാറ്റുകൾ കൂടുതലും നമുക്ക് ലഭിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ആ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഏത് പ്രദേശത്താണെന്ന് ചോദിച്ചാൽ, ഏത് തീരപ്രദേശത്താണെന്ന് ചോദിച്ചാൽ അത് പൂർവ്വതീര സമതലത്തിലാണ്. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അതുപോലെ ഏറ്റവും അധികം ഡെൽറ്റകൾ സ്ഥിതി ചെയ്യുന്നതും ഏതിലാണ്, നമ്മുടെ ഈ പൂർവ്വതീര സമതലത്തിലാണ്. അതുപോലെ കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും എല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തീരപ്രദേശം കൂടെയാണ് നമ്മുടെ പൂർവ്വതീര സമതലം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് വട്ടം കേട്ടതാണ്, ഒരുപാട് ന്യൂനമർദ്ദങ്ങളും ഒരുപാട് കാറ്റുകളും എല്ലാം ഒഡീഷ, ആന്ധ്രാപ്രദേശ് റീജിയൻസിൽ അടിക്കുന്നുണ്ടെന്ന്. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഒക്കെ ഏറ്റവും അധികം ബാധിക്കുന്ന തീരസമതലം ഏതാണെന്ന് ചോദിച്ചാൽ അത് പൂർവ്വതീര സമതലം. ഓക്കെ. ഇനി അടുത്ത് ഈ പൂർവ്വതീര സമതലത്തില് ആന്ധ്രാപ്രദേശും തമിഴ്നാടും ഈ ഒരു വരുന്ന തീരപ്രദേശത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് പയൻഘട്ട്. അതായത് ആന്ധ്രാപ്രദേശിന്റെയും തമിഴ്നാടിന്റെയും പൂർവ്വതീര സമതലത്തെ ഒരുമിച്ച് നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചാൽ പയൻഘട്ടാണ്. പയൻഘട്ട്. ഓക്കെ. പയൻഘട്ട്. ആന്ധ്രാപ്രദേശിന്റെയും തമിഴ്നാടിന്റെയും പൂർവ്വതീര സമതലം അറിയപ്പെടുന്ന മറ്റൊരു പേര് ചോദിച്ചാൽ പയൻഘട്ട്. ഓക്കെ. അത് ആന്ധ്രാപ്രദേശിലെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ നോർത്തേൺ സിർക്കാസ് എന്ന് പറയുന്നത് സുന്ദർബൻസ് മുതൽ ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ നദി വരെയുള്ള റിവർ ബേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു, നോർത്തേൺ സിർക്കാസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഈ കൃഷ്ണ റിവർ ബേസിൻ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് ഫാൽസ് ഡിവി പോയിന്റ്. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ നദിയുടെ അവിടെ സ്ഥിതി ചെയ്യുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫാൽസ് ഡിവി പോയിന്റ്. FALSE ഫാൽസ് ഡിവി, DIVI ഡിവി പോയിന്റ്. ഓക്കെ. ഫാൽസ് ഡിവി പോയിന്റ്. അപ്പോൾ ഫാൽസ് ഡിവി പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശിലാണ്. അതായത് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം, സുന്ദർബൻസ് മുതൽ ഫാൽസ് ഡിവി പോയിന്റ് വരെ ഉള്ളതിനെയാണ് നമ്മൾ നോർത്തേൺ സിർക്കാസ് എന്നും, ആന്ധ്രാപ്രദേശിലെ ഫാൽസ് ഡിവി പോയിന്റ് മുതൽ കന്യാകുമാരി വരെ ഉള്ളതിനെയാണ് കൊറമാൻഡൽ കോസ്റ്റ് എന്നും പറയുന്നത്. ഓക്കെ. ഇനി ഈ പൂർവ്വഘട്ടത്തിലെ ഒരുപാട് തടാകങ്ങളുണ്ട്.
ഈ തടാകങ്ങളെല്ലാം കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ തടാകങ്ങളെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കനാലുണ്ട്. ആ കനാലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബക്കിംഗ്ഹാം കനാൽ. ഈ ഒരു കനാലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബക്കിംഗ്ഹാം കനാൽ. ബക്കിംഗ്ഹാം കനാൽ. ഓക്കെ, ഏകദേശം 796 കിലോമീറ്റർ ആണ് ഈ ബക്കിംഗ്ഹാം കനാലിന്റെ നീളം എന്ന് പറയുന്നത്. ബക്കിംഗ്ഹാം കനാലിന്റെ നീളം ചോദിച്ചാൽ 796 കിലോമീറ്റർ. ബക്കിംഗ്ഹാം കനാലിന്റെ നീളം ചോദിച്ചാൽ 796 കിലോമീറ്റർ. അത് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ കക്കിനാട് മുതൽ, ആന്ധ്രാപ്രദേശിലെ കക്കിനാട് എന്ന് പറയുന്നത് ഗോദാവരിയുടെ അടുത്താണ്. ആ കക്കിനാട് മുതൽ തമിഴ്നാട്ടിലുള്ള വില്ലുപുരം ഡിസ്ട്രിക്റ്റ് വരെ നീണ്ടു കിടക്കുന്ന ഒരു കനാലാണ് നമ്മുടെ ബക്കിംഗ്ഹാം കനാൽ എന്ന് പറയുന്നത്. ഈ ബക്കിംഗ്ഹാം കനാൽ 796 കിലോമീറ്റർ ആണ്. കക്കിനാട്, ആന്ധ്രാപ്രദേശ് ഗോദാവരി റീജിയൻ, അവിടുത്തെ കക്കിനാട് മുതൽ തമിഴ്നാട്ടിലെ സ്ഥലത്തിന്റെ തമിഴ്നാട്ടിലെ പേരെന്താ? വില്ലുപുരം വരെയുള്ള ആ സ്ഥലമാണ് നമ്മുടെ ബക്കിംഗ്ഹാം കനാൽ എന്ന് പറയുന്നത്. ബക്കിംഗ്ഹാം കനാൽ 796 കിലോമീറ്റർ ആണ് ബക്കിംഗ്ഹാം കനാലിന്റെ നീളം എന്ന് പറയുന്നത്. 796 കിലോമീറ്റർ. ഓക്കെ, അതുപോലെ സുന്ദർബൻസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ കൂടെയാണ് ഈ സുന്ദർബൻസ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ കൂടെയാണ് സുന്ദർബൻസ് എന്ന് പറയുന്നത്. ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്, നദികളുടെ നിക്ഷേപ പ്രവർത്തനത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന ഒരു ത്രികോണാകൃതിയിലുള്ള രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൺതിട്ടകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെൽറ്റാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെൽറ്റ ഫോം ചെയ്ത്, സുന്ദർബൻ ഡെൽറ്റ ഫോം ചെയ്ത് ഏതൊക്കെ നദികളുടെ ഫോർമേഷൻ കാരണമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗംഗയും ബ്രഹ്മപുത്രയുടെയും ഫ്ലോ കാരണം ഉണ്ടായ ഒരു ഡെൽറ്റ കൂടെയാണ് ഈ സുന്ദർബൻസ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഈ സുന്ദർബൻസ് ഡെൽറ്റയുടെ 60% സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശിലാണ്. ഒരു 40% മാത്രമാണ് ഇന്ത്യയിലുള്ളത്. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ കാണപ്പെടുന്നത് ഈ സുന്ദർബൻസിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഓർക്കാൻ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഒഡീഷ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. ഒഡീഷ തീരത്ത് അറിയപ്പെടുന്ന പേര് ഉത്കൽ പ്ലെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒഡീഷ തീരത്ത് അറിയപ്പെടുന്ന പേരാണ് ഉത്കൽ പ്ലെയിൻ. ഒഡീഷ തീരത്ത് അറിയപ്പെടുന്ന പേരാണ് ഉത്കൽ സമതലം. ഉത്കൽ സമതലം എന്ന് പറയുന്നത് നമ്മുടെ ഒഡീഷയുടെ തീരസമതലത്തെ പറയുന്ന പേരാണ് ഉത്കൽ പ്ലെയിൻ. ഓക്കെ, ഒഡീഷയുടെ തീരത്ത് നമ്മൾ പറയുന്ന പേരാണ് ഉത്കൽ പ്ലെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞു, തമിഴ്നാട്ടിനെയും ആന്ധ്രാപ്രദേശിന്റെയും തീരസമതലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പയൻഘട്ട്. അതുപോലെ ഉത്കൽ പ്ലെയിൻ എന്നറിയപ്പെടുന്നത് ഒഡീഷ സംസ്ഥാനത്തിന്റെ തീരപ്രദേശത്ത് അറിയപ്പെടുന്ന പേരാണ് ഉത്കൽ പ്ലെയിൻ. ഓക്കെ, ഉത്കൽ പ്ലെയിൻ. ഇനി ഈ ഉത്കൽ പ്ലെയിൻ, അതായത് ഈ ഉത്കൽ പ്ലെയിനും ആന്ധ്രാപ്രദേശിലെ പുലിക്കട്ടിലേക്ക് ഇതിനിടയ്ക്കുള്ള തീരപ്രദേശത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്ധ്രാ കോസ്റ്റ്, ഇല്ലെങ്കിൽ ആന്ധ്രാ തീരപ്രദേശം, ഇല്ലെങ്കിൽ ആന്ധ്രാ സമതലം എന്നെല്ലാം അറിയപ്പെടുന്നത് നമ്മുടെ ഉത്കൽ പ്ലെയിൻ മുതൽ പുലിക്കട്ട് ലേക്ക് വരെയുള്ളതിനെയാണ്. അറിയപ്പെടുന്ന പേരാണ് ആന്ധ്രാ സമതലം, ഇല്ലെങ്കിൽ ആന്ധ്രാ തീരപ്രദേശം എന്നെല്ലാം അറിയപ്പെടും. ഓക്കെ, ആന്ധ്രാ തീരപ്രദേശം എന്നെല്ലാം അത് അറിയപ്പെടും. അപ്പം ഇതാണ് നമ്മുടെ പൂർവ്വതീര സമതലത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം. പൂർവ്വതീര സമതലത്തിൽ, പറയാവോ? അതായത് നമ്മുടെ ഉത്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഉത്കൽ പ്ലെയിൻ എന്ന് പറയുന്നത്, ഉത്കൽ തീരസമതലം എന്ന് പറയുന്നത് ഒഡീഷയുടെ തീരത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഉത്കൽ തീരപ്രദേശം എന്ന് പറയുന്നത്. ഉത്കൽ തീരപ്രദേശം. ഈ ഉത്കൽ തീരപ്രദേശം മുതൽ പുലിക്കട്ട് ലേക്ക് വരെയുള്ള പ്രദേശത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്ധ്രാ സമതലം, അല്ലെങ്കിൽ ആന്ധ്രാ കോസ്റ്റ്, അല്ലെങ്കിൽ ആന്ധ്രാ തീരപ്രദേശം എന്നല്ല അറിയപ്പെടുന്നത്. ഉത്കൽ സമതലം മുതൽ പുലിക്കട്ട് ലേക്ക് വരെയാണ്. ഉത്കൽ സമതലം മുതൽ പുലിക്കട്ട് ലേക്ക് വരെയുള്ള റീജിയൻ, പുലിക്കട്ട് തടാകം വരെയുള്ള റീജിയൻ അറിയപ്പെടുന്ന പേരാണ് ആന്ധ്രാ പ്ലെയിൻ, അല്ലെങ്കിൽ ആന്ധ്രാ കോസ്റ്റ്, അല്ലെങ്കിൽ ആന്ധ്രാ തീരസമതലം. ഓക്കെ, അപ്പൊ ഈ ഒഡീഷയുടെ പൂർവ്വതീര സമതലത്തിന് പറയുന്ന പേരാണ് ഉത്കൽ സമതലം. ഓക്കെ, ആ ഒരു കാര്യം ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ കൊറമാൻഡൽ തീരം എന്ന് പറയുന്നത് കൃഷ്ണ നദി മുതലാണ്. കൃഷ്ണ നദി മുതലുള്ളതിനെയാണ് നമ്മൾ, ഇതാണ് ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൃഷ്ണ, ഗോദാവരി, മഹാനദി, കാവേരി നദികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യം ഓർത്തോളണം. കൃഷ്ണ നദി മുതൽ കന്യാകുമാരി വരെയുള്ള റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൊറമാൻഡൽ തീരം. കൃഷ്ണ മുതൽ കന്യാകുമാരി വരെയുള്ളതിനെ കൊറമാൻഡൽ തീരം എന്നും, കൃഷ്ണ മുതൽ സുന്ദരവനം വരെയുള്ളതിനെ നമ്മൾ നോർത്തേൺ സിർക്കാസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഗുജറാത്ത്, രണ്ടാമത് ഏറ്റവും കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശത്ത്. ഓക്കെ, ഇനി ഒരു ചോദ്യം, പശ്ചിമ തീരത്തും പൂർവ്വ തീരത്തുമായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേ. പശ്ചിമ തീരത്തും പൂർവ്വ തീരത്തുമായി സ്ഥിതി ചെയ്യുന്ന സമതലം തീരപ്രദേശം ഏതാണ്?
തമിഴ്നാട്. തമിഴ്നാട്. പശ്ചിമ തീരത്തും പൂർവ്വ തീരത്തുമായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. തമിഴ്നാട്. ഓക്കെ. അതുപോലെ കടൽ തീരം ഏറ്റവും കുറവുള്ളത് ഗോവയാണ്. പക്ഷേ 2020 കണക്ക് പ്രകാരം നിലവിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് നമ്മുടെ വെസ്റ്റ് ബംഗാളിനാണ്. പക്ഷെ നമുക്ക് PSCക്ക് ഗോവ തന്നെ മതിയാവും. ഇത്രയും നാളും PSC ഉത്തരം ഗോവ എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കടൽ തീരം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവ. ഓക്കെ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച് എല്ലാവരും കമന്റ് ചെയ്തേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച് ചെന്നൈയിലുള്ള ഒരെണ്ണം മറീന ബീച്ച്. ഓക്കെ. നമ്മുടെ മറീന ബീച്ച്. നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് എത്ര ശതമാനമാണ് തീരപ്രദേശം എന്ന് വെച്ചാൽ 10% തീരപ്രദേശം എന്ന് പറയുന്നത്. 580 കിലോമീറ്റർ. കേരളത്തിന്റെ 580 കിലോമീറ്റർ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. കേരളത്തിന്റെ 580 കിലോമീറ്റർ ആണ് തീരപ്രദേശം എന്ന് പറയുന്നത്. കേരള ഭൂപ്രകൃതിയുടെ 10% തീരപ്രദേശം എന്ന് പറയുന്നത്. തീരപ്രദേശം കേരളത്തിൽ 5 ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകൾക്കും എന്തുണ്ട്? കടൽ തീരമുണ്ട്. ഓക്കെ. 5 ജില്ലകളുടെ പേരൊന്ന് കമന്റ് ചെയ്യാമോ നിങ്ങൾക്ക്? ഷോർട്ട് ഇട്ടാ മതി. ഷോർട്ട് ആയിട്ട് ഇട്ടാ മതി. ഒന്ന് കമന്റ് ചെയ്ത എല്ലാരും. 5 ജില്ലകൾ, കേരളത്തിലെ കടൽ തീരം ഇല്ലാത്ത 5 ജില്ലകൾ. ആരും ഒന്നും കമന്റ് ചെയ്യുന്നില്ല. മുഹമ്മദ് പറ. മുഹമ്മദ്. കമന്റ് വന്നു. ഓക്കെ. പത്തനംതിട്ട. ഏതൊക്കെ ജില്ലകളിലാണ് നമുക്ക് കടലില്ലാത്ത? കേരളത്തിലെ ഏതൊക്കെ ജില്ലകൾക്കാ കടലില്ലാത്ത? തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാ? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. പാലക്കാട്, വയനാട്. ഓക്കെ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ചോദിച്ചാൽ കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ചോദിച്ചാൽ അത് കൊല്ലമാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ചോദിച്ചാൽ അത് കൊല്ലമാണ്. ഓക്കെ. കൊല്ലമാണ് കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ളത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂര്. ഓക്കെ. ഇനി കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഒരേ ഒരു കോർപ്പറേഷൻ ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഒരേ ഒരു കോർപ്പറേഷൻ ചോദിച്ചാൽ തൃശ്ശൂരാണ്. തൃശ്ശൂര്. ഓക്കെ. നമുക്ക് ഇനി കടൽ തീരവും അതൊക്കെ നമുക്കിനി നമ്മുടെ കേരള ജോഗ്രഫി നമുക്ക് നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ചോദിച്ചാൽ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഒരേ ഒരു കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. കടൽ തീരമില്ലാത്ത ഒരേ ഒരു കോർപ്പറേഷൻ തൃശ്ശൂരാണ്. നമുക്ക് കേരള പഠിക്കുമ്പോൾ അത് നമുക്ക് നോക്കാം. എന്നാൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് അതൊക്കെ നമുക്ക് ഓരോന്നും പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജസ്റ്റ് ഇത്ര ഓർത്തിരുന്നാൽ മതി. കേരളത്തിൽ എത്ര കിലോമീറ്റർ ആണ് കടൽ തീരം എന്ന് ചോദിച്ചാൽ 580 കിലോമീറ്റർ ആണ് കേരളത്തിൽ കടൽ തീരം വരുന്നത്. കേരള ഭൂപ്രകൃതിയുടെ 10% ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് നമ്മുടെ കണ്ണൂരും. ഏറ്റവും കുറവ് എവിടെയാണ്? നമ്മുടെ കൊല്ലത്തുമാണ്. ഓക്കെ. ഇത്രയാണ് തീരപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് അടുത്ത് നോക്കാനുള്ള പോർട്സും പ്ലാറ്റ്യൂ ആണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് പോർട്സ് എന്തായാലും ഇപ്പൊ നോക്കിയാൽ തീരുമല്ലോ. നമുക്കപ്പോൾ വേറൊരു ചെറിയ ടോപ്പിക് കൂടെ നോക്കാം. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇന്ന് പഠിച്ചത് എത്രയൊന്ന് പറയാം. നമ്മൾ ആദ്യം പഠിച്ചത് പാസസ് ആണ് ആദ്യം നോക്കിയത്. അപ്പോൾ പാസസ് ഒക്കെ എല്ലാവരും ഒന്ന് നോക്കിക്കൊള്ളുക. ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് അത് കണക്ട് ചെയ്യുന്നതെന്നും അത് അത്യാവശ്യം ഫിഗറായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിരിക്കും. ബുർസില പാസും സോജില പാസും പടങ്ങളായിട്ട് വരച്ച് തന്നെ പഠിക്കുക. അതുപോലെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഡെസേർട്ടാണ്. ഡെസേർട്ട് റീജിയനിൽ നമ്മൾ ഡെസേർട്ടോട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മരുസ്ഥലി മരുസ്ഥലിയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ തീരപ്രദേശമാണ്. തീരപ്രദേശം ഓർത്തോളണം. നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യ 6100 കിലോമീറ്റർ ആണ്. 1000 കിലോമീറ്ററും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ മുഴുവൻ കടൽ തീരം അല്ലെങ്കിൽ 7516.6 കിലോമീറ്റർ നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും കൂടെ ചേരുമ്പോഴാണ് 7516.6 കിലോമീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് 9 സംസ്ഥാനങ്ങളിലാണ് നമുക്ക് കടൽ തീരമുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ഇനി നമ്മുടെ ഈ സദേൺ സ്റ്റേറ്റിൽ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ കടൽ തീരമില്ലാത്തൊരു സംസ്ഥാനമാണ് തെലങ്കാന. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ തീരപ്രദേശത്തിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന കാർഷിക വിള ഏതാണെന്ന് ചോദിച്ചാൽ തെങ്ങും നെല്ല്. അതുപോലെ ഈ കടൽ തീരം കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്ത് ആണ്. രണ്ടാമത് ഏറ്റവും കടൽ തീരം കൂടിയത് ആന്ധ്രാപ്രദേശ് ആണ്.
അത് കഴിഞ്ഞ് തമിഴ്നാട്, പിന്നീട് മഹാരാഷ്ട്ര, അത് കഴിഞ്ഞ് നമ്മുടെ കേരളം, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പിന്നെ തീരപ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ഗുജറാത്തിലെ ഗ്രേറ്റർ ആൻ ഓഫ് കച്ച് മുതൽ വെസ്റ്റ് ബംഗാളിലെ സുന്ദരവനം വരെ സ്ഥിതി ചെയ്യുന്നതിനെയാണ് നമ്മൾ തീരപ്രദേശം എന്ന് പറയുന്നത്. രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒരു സൈഡിലുള്ളതിനെ പശ്ചിമ തീര സമതലം എന്നും അടുത്ത സൈഡിനെ പൂർവ്വ തീര സമതലം എന്നും രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. പശ്ചിമ തീര സമതലം എന്ന് പറയുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ നമ്മുടെ കന്യാകുമാരി വരെ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പശ്ചിമ തീര സമതലം എന്ന് പറയുന്നത്. പശ്ചിമ തീര സമതലം എന്ന് പറയുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ്. പശ്ചിമഘട്ടത്തിനും അതുപോലെ അറബിക്കടലിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് നമ്മുടെ പശ്ചിമ തീര സമതലം എന്ന് പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പ്രദേശം കൂടെയാണ് നമ്മുടെ പശ്ചിമ തീര സമതലം എന്ന് പറയുന്നത്. അതുപോലെ ഒരു സബ്മർജന്റ് കോസ്റ്റൽ സോണിന് എക്സാമ്പിൾ കൂടെയാണ് നമ്മുടെ പശ്ചിമ തീരം എന്ന് പറയുന്നത്. ഗുജറാത്ത് തീരം എന്ന് പറയുന്നത് കച്ച് മുതൽ ദമൻ വരെയും, ദമൻ മുതൽ വടക്കൻ കർണാടക വരെയുള്ളതിനെ കൊങ്കൺ കോസ്റ്റ് എന്നും, തെക്കൻ കർണാടക മുതൽ കന്യാകുമാരി വരെയുള്ളതിനെ മലബാർ കോസ്റ്റ് എന്നും നമ്മൾ പറയുമെന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ നമ്മൾ ഗുജറാത്ത് തീരത്തിന്റെ കുറെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ കായലുകൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലബാർ കോസ്റ്റിലാണ്. മലബാർ കോസ്റ്റിലെ പ്രധാനപ്പെട്ട ഒരു തടാകം ചോദിച്ചാൽ വേമ്പനാട്ട് തടാകമാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ പൂർവ്വതീര സമതലം എന്ന് പറയുന്ന കന്യാകുമാരി മുതൽ സുന്ദർബൻസ് വരെ നീണ്ടുകിടക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ പൂർവ്വതീര സമതലം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, കൊറമാൻഡൽ കോസ്റ്റും നോർത്തേൺ സിർക്കാസും. സുന്ദരവനം മുതൽ കൃഷ്ണ നദി വരെ, ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ നദി വരെയുള്ള പ്രദേശത്തെ നോർത്തേൺ സിർക്കാസ് എന്നും, കൃഷ്ണ റിവർ ബേസിൻ മുതൽ കന്യാകുമാരി വരെയുള്ളതിനെ കൊറമാൻഡൽ കോസ്റ്റ് എന്നും പറയാം. ഇല്ലെങ്കിൽ സുന്ദരവനം മുതൽ ഫാൾസ് ഡിബി പോയിന്റ് വരെയുള്ളതിനെ നോർത്തേൺ സിർക്കാസ് എന്നും, ഫാൾസ് ഡിബി പോയിന്റ് മുതൽ കന്യാകുമാരി വരെയുള്ളതിനെ കൊറമാൻഡൽ കോസ്റ്റ് എന്നും പറയാം. അതിലെ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു വശത്ത് വരുന്നതിൽ നമ്മൾ പറഞ്ഞതാണ് ഒഡീഷയുടെ തീരത്തെ അറിയപ്പെടുന്ന പേരാണ് ഉത്കൽ സമതലം. അതുപോലെ നമ്മുടെ ബക്കിംഗ്ഹാം കനാൽ, പൂർവ്വഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കനാലാണ് ബക്കിംഗ്ഹാം കനാൽ. 796 കിലോമീറ്റർ ആണ് ബക്കിംഗ്ഹാം കനാൽ എന്ന് പറയുന്നത്. കക്കിനാട് മുതൽ പൂർവ്വഘട്ടത്തിൽ ഏറ്റവും വലിയ തടാകം ചിൽക്കല്ലേ സർ? ചിൽക്കയാണ് പൂർവ്വതീരം. നമ്മൾ ഇനി തടാകങ്ങൾ എന്ന് പറഞ്ഞ് നമുക്കൊരു ടോപ്പിക് എല്ലാം നോക്കണം. ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ചിൽക്ക. ഓക്കെ, അതുപോലെ നമ്മൾ പിന്നെ പറഞ്ഞതാണ് നോർത്തേൺ സിർക്കാസും കൊറമാൻഡൽ കോസ്റ്റും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കേരളത്തിന്റെ കടൽ തീരത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചു പറഞ്ഞു. കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് 10% തീരപ്രദേശം. 580 കിലോമീറ്റർ ആണ് നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. 5 ജില്ലകളാണ് നമുക്ക് കടൽ തീരം ഇല്ലാതെ ഉള്ളത്: പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. കടൽ തീരം കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ കണ്ണൂർ, കടൽ തീരം കുറവുള്ളത് ചോദിച്ചാൽ കൊല്ലം. ഓക്കെ, നമുക്ക് ഒരു ചെറിയ ടോപ്പിക് കൂടെ നോക്കാം. നമുക്ക് നമ്മുടെ സിലബസിൽ ഗതാഗതത്തിൽ വരുന്നൊരു പാർട്ട്. അതായത് നമുക്ക് നമുക്ക് റെയിൽവേ സോൺസും മറ്റുമൊക്കെ പഠിക്കാനുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് റെയിൽവേ സോൺസ്. ഓക്കെ, നമുക്ക് റെയിൽവേ സോൺസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. റെയിൽവേ സോൺസ് നമുക്ക് ഇങ്ങനൊരു ഡിവിഷൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിനെ നോർത്ത് എന്ന് പറയാം, താഴെ ഉള്ളതിനെ സൗത്ത്, ഇവിടെ വെസ്റ്റ്, ഇവിടെ ഈസ്റ്റ്. ഇങ്ങനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി വീണ്ടും ഞാൻ ക്ലാസിഫൈ ചെയ്യണം. ഇങ്ങനെ ഓക്കെ, ഈ റീജിയൻ എന്ത് പറയാം? നോർത്ത് വെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇതിനെയോ നോർത്ത് ഈസ്റ്റ്, ഇതിനെ സൗത്ത് ഈസ്റ്റ്, ഇതിനെ സൗത്ത് വെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എത്ര റെയിൽവേ സോൺസ് ഉണ്ട്? നമുക്ക് റെയിൽവേ കുറിച്ച് വീണ്ടും നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് അത് പിന്നീട് നോക്കാം. നമുക്ക് തൽക്കാലം ആ റെയിൽവേ സോൺസ് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഓക്കെ, എളുപ്പത്തിൽ പഠിക്കാം. നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് ഫിഗർ വരച്ച് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പറും പേനയും എടുത്ത് ഇതുപോലെ ഒന്ന് വരച്ചാൽ മതി. ഇതുപോലെ വരച്ചിട്ട് ജസ്റ്റ് കാര്യങ്ങൾ മാർക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഓർമ്മയിരിക്കും. നമ്മുടെ എത്ര റെയിൽവേ സോൺസ് ആണ് നമുക്ക് ഇന്ത്യയിലുള്ളത്? എത്ര റെയിൽവേ സോൺസ് ആണ് ഇന്ത്യയിലുള്ളത്? 18. ഇന്ത്യയിൽ എത്ര റെയിൽവേ സോൺ ഉണ്ട്? 18 റെയിൽവേ സോൺ. ഓക്കെ, നമുക്കപ്പം തുടങ്ങാം. നമുക്ക് ഇപ്പൊ ഈ ഒരു ഫിഗർ വെച്ച് തന്നെ തുടങ്ങാം. നമുക്ക് ഏറ്റവും സൗത്ത്, ദക്ഷിണത്തിൽ നിന്ന് തുടങ്ങാം. ദക്ഷിണ റെയിൽവേ സോൺ ഏതാണ്? നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സോൺ ഒക്കെ ഏത് റെയിൽവേ ഡിവിഷനിലാണ്, ഏത് സോണിലാണ് വരുന്നത്? ദക്ഷിണ റെയിൽവേ സോൺ ചെന്നൈ ആണ്. ദക്ഷിണ റെയിൽവേ സോൺ, സദേൺ റെയിൽവേ സോൺ അല്ലെങ്കിൽ ദക്ഷിണ റെയിൽവേ സോൺ എന്ന് പറഞ്ഞാൽ ചെന്നൈ ആണ്. ചെന്നൈ. ഓക്കെ, ദക്ഷിണ റെയിൽവേ സോൺ എന്ന് പറയുന്നത് ചെന്നൈ ആണ്. ഓക്കെ, ദക്ഷിണ റെയിൽവേ സോൺ എന്ന് പറയുന്നത് ചെന്നൈ ആണ്. ഇല്ലെങ്കിൽ സദേൺ റെയിൽവേ സോൺ എന്ന് പറയുന്നത് ചെന്നൈ ആണ്. ഓക്കെ, അടുത്ത ഇവിടെ ഒരു റെയിൽവേ സോൺ ഉണ്ട്.
സൗത്ത് സെൻട്രൽ റെയിൽവേ സോൺ എന്ന് പറയും. സൗത്ത് സെൻട്രൽ റെയിൽവേ സോൺ ഇല്ലെങ്കിൽ സൗത്ത് സെൻട്രൽ റെയിൽവേ സോൺ ഏതാണ്? സെക്കന്ദ്രാബാദ് ആണ്. സൗത്ത് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ ഏതാണ്? ഹലോ, സൗത്ത് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ ഏതാണ്? സെക്കന്ദ്രാബാദ് ആണ്. സെക്കന്ദ്രാബാദ്. ഓക്കെ, സൗത്ത് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ ഏതാണ്? സെക്കന്ദ്രാബാദ് ആണ്. സൗത്ത് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ സെക്കന്ദ്രാബാദ് ആണ്. സെക്കന്ദ്രാബാദ്. ഇനി സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാലോ? സെൻട്രൽ റെയിൽവേ സോൺ മുംബൈ CST ആണ്. മുംബൈ CST ആണ് സെൻട്രൽ റെയിൽവേ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രൽ റെയിൽവേ സോൺ എന്ന് പറയുന്നത് മുംബൈ CST ആണ്. മുംബൈ CST ആണ് സെൻട്രൽ റെയിൽവേ സോൺ എന്ന് പറയുന്നത്. സെൻട്രൽ റെയിൽവേ സോൺ എന്ന് പറയുന്നത് മുംബൈ CST ആണ്. സെൻട്രൽ റെയിൽവേ സോൺ എന്ന് പറയുന്നത് മുംബൈ CST ആണ്. ഓക്കെ, മുംബൈ CST ആണ് സെൻട്രൽ റെയിൽവേ സോൺ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ നോർത്തിൽ ഒരു റെയിൽവേ സോൺ കാണും, നോർത്ത് സെൻട്രലിനും ഒരു റെയിൽവേ സോൺ കാണും. നോർത്ത് സെൻട്രൽ റെയിൽവേ സോൺ എന്ന് പറയുന്നത് ഏതാണ്? നോർത്ത് സെൻട്രൽ റെയിൽവേ സോൺ എന്ന് പറയുന്നത് അലഹബാദ് ആണ്. നോർത്ത് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ അലഹബാദ് ആണ്. ഓക്കെ, നോർത്ത് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ അലഹബാദ് ആണ്. നോർത്ത് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ അലഹബാദ് ആണ്. അലഹബാദ്. നോർത്ത് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ അലഹബാദ്. നോർത്തേൺ റെയിൽവേ ചോദിച്ചാൽ ഏതാണ്? നോർത്തേൺ റെയിൽവേ, നോർത്തേൺ ഉത്തര റെയിൽവേ സോൺ ഏതാണ്? ഉത്തര റെയിൽവേ സോൺ ഡൽഹിയാണ്. ഡൽഹി. ഉത്തര റെയിൽവേ സോൺ ഡൽഹിയാണ്. ഉത്തര റെയിൽവേ സോൺ ഡൽഹിയാണ്. ഉത്തര റെയിൽവേ സോൺ ഡൽഹിയാണ്. ഡൽഹി അല്ലെങ്കിൽ ന്യൂഡൽഹി. ഉത്തര റെയിൽവേ സോൺ ചോദിച്ചാൽ ഡൽഹിയാണ്. ഡൽഹി. ഓക്കെ, അപ്പൊ നമ്മൾ സൗത്ത് പറഞ്ഞു. സൗത്ത് ചെന്നൈ ആണ്. സൗത്ത് സെൻട്രൽ വരുമ്പോഴേക്കും അതെന്താണ്? ഈ ലൈനിന്റെ സെൻട്രൽ ലൈനിലെ. സോ സെൻട്രൽ പാർട്ടിന് നമ്മൾ വിളിക്കുന്ന പേര് സൗത്ത് സെൻട്രൽ. സൗത്ത് സെൻട്രൽ ചോദിച്ചാൽ സെക്കന്ദരാബാദ്. ഇനി സെൻട്രൽ ചോദിച്ചാൽ മുംബൈ CST. ഇനി നോർത്തിന്റെ സെൻട്രൽ, നോർത്ത് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ അത് അലഹബാദ്. നോർത്തേൺ റെയിൽവേ സോൺ ചോദിച്ചാൽ അതിന് ഉത്തരം ഡൽഹി. നോർത്തേൺ റെയിൽവേ സോൺ ചോദിച്ചാൽ അതിന് ഉത്തരം ഡൽഹി. ഡൽഹി. ഓക്കെ, ഇനി അടുത്ത് വെസ്റ്റേൺ സൈഡില് വെസ്റ്റേൺ റെയിൽവേ സോൺ. വെസ്റ്റേൺ പശ്ചിമ റെയിൽവേ സോൺ ഏതാണ്? പശ്ചിമ റെയിൽവേ സോൺ ഏതാണ്? വെസ്റ്റേൺ മുംബൈ ചർച്ച് ഗേറ്റ് ആണ്. മുംബൈ ചർച്ച് ഗേറ്റ്. വെസ്റ്റേൺ ചോദിച്ചാൽ മുംബൈ ചർച്ച് ഗേറ്റ്. മുംബൈ ചർച്ച് ഗേറ്റ്. മുംബൈ ചർച്ച് ഗേറ്റ്. മുംബൈ ചർച്ച് ഗേറ്റ് ആണ് വെസ്റ്റേൺ റെയിൽവേ സോൺ. മുംബൈ ചർച്ച് ഗേറ്റ് ആണ് വെസ്റ്റേൺ റെയിൽവേ സോൺ. ഓക്കെ, ഇനി വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ, വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ അത് ജബൽപൂർ ആണ്. ജബൽപൂർ. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ അത് ജബൽപൂർ ആണ്. ജബൽപൂർ. ഓക്കെ, വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ അത് ജബൽപൂർ ആണ്. മധ്യപ്രദേശിലെ ജബൽപൂർ ആണ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോൺ. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോൺ എന്ന് പറയുന്നത് ജബൽപൂർ ആണ്. ജബൽപൂർ. ഓക്കെ, വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോൺ എന്ന് പറയുന്നത് ജബൽപൂർ ആണ്. ജബൽപൂർ. ഓക്കെ, അടുത്ത് സെൻട്രൽ റെയിൽവേ സോൺ നമ്മൾ പറഞ്ഞു. അടുത്ത് ഇവിടെ വരെയാണ് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോൺ. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോൺ. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ ഹാജിപ്പൂർ ആണ്. ഹാജിപ്പൂർ. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോൺ എന്ന് പറയുന്നത് ഹാജിപ്പൂർ ആണ്. ഹാജിപ്പൂർ ബീഹാറിലാണ് കേട്ടോ. ഹാജിപ്പൂർ ബീഹാറിലാണ്. ഹാജിപ്പൂർ. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ ഹാജിപ്പൂർ. ഹാജിപ്പൂർ. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ ഹാജിപ്പൂർ. ഹാജിപ്പൂർ. ഇനി ഈസ്റ്റേൺ റെയിൽവേ സോൺ ചോദിച്ചാൽ, ഈസ്റ്റേൺ റെയിൽവേ സോൺ ചോദിച്ചാൽ ഈസ്റ്റേൺ റെയിൽവേ സോൺ കൊൽക്കട്ടയാണ്. ഈസ്റ്റേൺ റെയിൽവേ സോൺ ചോദിച്ചാൽ കൊൽക്കട്ടയാണ്. ഈസ്റ്റേൺ റെയിൽവേ സോൺ ചോദിച്ചാൽ കൊൽക്കട്ടയാണ്. കൊൽക്കട്ട. ഈസ്റ്റേൺ റെയിൽവേ സോൺ ചോദിച്ചാൽ കൊൽക്കട്ടയാണ്. കൊൽക്കട്ട. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എത്ര റെയിൽവേ സോൺ പഠിച്ചു? 9 റെയിൽവേ സോൺ നമ്മളിപ്പോ പഠിച്ചു. 18 ഉള്ളതിൽ 9 ഇപ്പൊ ആയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന സൗത്ത് വെസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റ് റെയിൽവേ സോൺ. സൗത്ത് വെസ്റ്റ് റെയിൽവേ സോൺ ഏതാണെന്ന് വെച്ചാൽ ഹൂബ്ലിയാണ്. ഹൂബ്ലി. ഓക്കെ, സൗത്ത് വെസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ അത് ഹൂബ്ലിയാണ്. ഹൂബ്ലി. സൗത്ത് വെസ്റ്റ് കർണാടകയിലാണ്. കർണാടക. നമ്മുടെ ഇന്ത്യയുടെ പതാകയൊക്കെ ഉണ്ടാക്കുന്ന കർണാടകയിലെ ഹൂബ്ലിയാണ് സൗത്ത് വെസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ ഹൂബ്ലിയാണ്. കർണാടകയിലെ ഹൂബ്ലിയാണ് സൗത്ത് വെസ്റ്റ് റെയിൽവേ സോൺ. സൗത്ത് വെസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ അത് ഹൂബ്ലിയാണ്. ഹൂബ്ലി. ഓക്കെ, സൗത്ത് വെസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ അതിന് ഉത്തരം ഹൂബ്ലിയാണ്. ഹൂബ്ലി. ഓക്കെ, ഇനി സൗത്ത് ഈസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ, സൗത്ത് ഈസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ ഏതാണ്? കൊൽക്കട്ട. സൗത്ത് ഈസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ ഏതാണ്? കൊൽക്കട്ട. സൗത്ത് ഈസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ 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 കൊൽക്കട്ട. ഓക്കെ, സൗത്ത് ഈസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ കൊൽക്കട്ട. ഇനി നോർത്ത് വെസ്റ്റ് റെയിൽവേ സോൺ. നോർത്ത് വെസ്റ്റ്. ഈസ്റ്റ് കൊൽക്കട്ട. കൊൽക്കട്ട എന്ന പേര്. അതെ. കൊൽക്കട്ട എന്ന പേരിൽ 3 റെയിൽവേ സോൺ ഉണ്ട്. കൊൽക്കട്ട എന്ന പേരിൽ 3 റെയിൽവേ സോൺ ഉണ്ട്.
ഒന്ന് നമ്മുടെ ഈസ്റ്റേൺ റെയിൽവേ സോൺ എന്ന് പറയുന്ന പേര് കൊൽക്കത്ത എന്നാണ്. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണിന്റെ പേരും കൊൽക്കത്തയാണ്. ഇനി മെട്രോ റെയിൽവേ സ്റ്റേഷന്റെ ചോദിച്ചാലും അതും കൊൽക്കത്തയാണ്. മെട്രോയുടെ റെയിൽവേ സോൺ ഏതാണെന്ന് വെച്ചാൽ മെട്രോ റെയിൽവേ സോൺ അല്ലെങ്കിൽ കൊൽക്കത്ത മെട്രോ റെയിൽവേ എന്നാണ് അറിയപ്പെടുന്നത്. അതും ഏതാണ്? മെട്രോ റെയിൽവേ സോൺ ചോദിച്ചാലും കൊൽക്കത്തയാണ്. ഓക്കെ, അപ്പൊ കൊൽക്കത്തയ്ക്ക് 3 റെയിൽവേ സോൺ ഉണ്ട്, ഓർത്തോളണം. കൊൽക്കത്തയ്ക്ക് 3 റെയിൽവേ സോൺ ഉണ്ട്. ഒന്നെന്ന് പറയുന്ന ഈസ്റ്റേൺ റെയിൽവേ സോൺ ആണ്, മറ്റൊന്ന് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ സോൺ ആണ്, അടുത്തത് നമ്മുടെ നമ്മുടെ മെട്രോയുടെയും ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ഓക്കെ, അപ്പൊ അത് തെറ്റിപ്പോകരുത്. ഇനി നോർത്ത് വെസ്റ്റ് റെയിൽവേ സോൺ ഏതാണ്? നോർത്ത് വെസ്റ്റ് റെയിൽവേ സോൺ രാജസ്ഥാനിലെ ജയ്പൂരാണ്. ജയ്പൂർ. നോർത്ത് വെസ്റ്റേൺ ചോദിച്ചാൽ ജയ്പൂർ. ഓക്കെ, നോർത്ത് വെസ്റ്റേൺ ചോദിച്ചാൽ ജയ്പൂരാണ്. വെസ്റ്റേൺ ചോദിച്ചാൽ ജയ്പൂർ. നോർത്ത് വെസ്റ്റേൺ ചോദിച്ചാൽ ജയ്പൂർ. ഓക്കെ, നോർത്ത് വെസ്റ്റേൺ ജയ്പൂർ. ഓക്കെ, അടുത്ത് നോർത്ത് ഈസ്റ്റേൺ. ഇവിടെ വരുന്ന നോർത്ത് ഈസ്റ്റേൺ എന്ന് പറയുന്നത് ഗോരഖ്പൂർ ആണ്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ആണ്. ഓക്കെ, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ആണ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ സോൺ ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ആണ്. ഓക്കെ, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ എൻഡിലുള്ള ഇത് നമ്മൾ നോക്കി. ഓക്കെ, ഇനി അടുത്ത് 2-3 എണ്ണം കൂടെ ഉണ്ട്, നമുക്ക് അതുകൂടെ പഠിക്കാം. അപ്പോഴേക്കും നമ്മുടെ റെയിൽവേ സോൺസ് എല്ലാം എളുപ്പമാണ്. ഇനിയുള്ള റെയിൽവേ സോൺസ് എല്ലാം എളുപ്പമാണ്. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ തീരപ്രദേശമുണ്ട്. നമ്മുടെ ഈ വശത്ത് ഇവിടെ തീരപ്രദേശമുണ്ട്. ഓക്കെ, ഇവിടെ തീരപ്രദേശം ഉണ്ടല്ലോ. നമ്മുടെ ഇവിടെ അതായത് സൗത്ത് കോസ്റ്റിൽ വരുന്ന റെയിൽവേ സോണിന് വിളിക്കുന്ന പേരാണ് വിശാഖപട്ടണം. സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിന് വിളിക്കുന്ന പേരാണ് ഓക്കെ, സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. ദക്ഷിണ തീര റെയിൽവേ സോൺ ഏതാണെന്ന് ചോദിച്ചാൽ വിശാഖപട്ടണമാണ് ദക്ഷിണ തീര റെയിൽവേ സോൺ എന്ന് പറയുന്നത്. സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ വിശാഖപട്ടണം. ഓക്കെ, വിശാഖപട്ടണം. ഓക്കെ ആണല്ലോ, അത് എഴുതിയല്ലോ. ഇനി ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോൺ, ഇതുപോലെ ഒരെണ്ണം കൂടിയാണ്. നമ്മൾ സൗത്ത് കോസ്റ്റ് ആണ് നോക്കിയത്. ഇനി ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ അത് ഭുവനേശ്വർ ആണ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ ഭുവനേശ്വറി. ഓക്കെ, സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ വിശാഖപട്ടണവും, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ ഭുവനേശ്വറും. സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ വിശാഖപട്ടണം, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോൺ ഭുവനേശ്വർ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഇവിടെ ഇതുപോലെ ഒരു റെയിൽവേ സോൺ കൂടെ ഉണ്ട്, നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്ക്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേയുടെ ആസ്ഥാനം ചോദിച്ചാൽ അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഗുവാഹത്തിയാണ്. ആസാമിലെ ഗുവാഹത്തിയാണ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണിന്റെ ആസ്ഥാനം. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോണിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ഗുവാഹത്തി, ആസാം. നോർത്ത് ഈസ്റ്റ് റെയിൽവേ സോണിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ഗുവാഹത്തി, ആസാം. ഓക്കെ, നമുക്കിനി ഒരു റെയിൽവേ സോൺ കൂടെ പഠിക്കാനുണ്ട്, അതായത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോൺ. ബിലാസ്പൂർ ആണ്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ ബിലാസ്പൂർ, അത് ഛത്തീസ്ഗഡിലാണ് ഈ ബിലാസ്പൂർ. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ, നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞത് സൗത്ത് സെൻട്രൽ, ഈസ്റ്റ് സെൻട്രൽ, വെസ്റ്റ് സെൻട്രൽ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതിപ്പോ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ. സൗത്ത് ഈസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ സൗത്ത് ഈസ്റ്റ് റെയിൽവേ സോൺ കൊൽക്കത്തയാണ്. എന്നാൽ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോൺ ചോദിച്ചാൽ അത് ബിലാസ്പൂർ ആണ്. ബിലാസ്പൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡിലാണ്. അപ്പൊ അങ്ങനെ നമുക്ക് 18 റെയിൽവേ സോൺ ആയിട്ടുണ്ട്. 18 റെയിൽവേ സോൺ. ഇതിൽ 18ാമത് രൂപം കൊണ്ട റെയിൽവേ സോൺ ആണ് വിശാഖപട്ടണം. നമുക്ക് അത് റെയിൽവേ സോൺസ് നമ്മൾ റെയിൽവേ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പഠിക്കാം. വിശാഖപട്ടണമാണ് അവസാനം ഫോം ചെയ്ത റെയിൽവേ സോൺ എന്ന് പറയുന്നത്. 2019 വിശാഖപട്ടണം രൂപം കൊണ്ടത്. ആദ്യം ഉണ്ടായിരുന്നത് ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, അതായത് മുംബൈ CSTയും അതുപോലെ ചെന്നൈ
അതുപോലെ മുംബൈ ചർച്ച് ഗേറ്റ്. ഇവ മൂന്നുമാണ് ആദ്യം നമുക്കുണ്ടായിരുന്ന റെയിൽവേ സോൺസ്. ആദ്യമേ ഉണ്ടായിരുന്ന 1951 നമുക്കുണ്ടായിരുന്ന റെയിൽവേ സോൺസ് എന്ന് പറയുന്നത് മുംബൈ CSTയും അതുപോലെ നമ്മുടെ ചെന്നൈ ചെന്നൈ റെയിൽവേ സോണും അതുപോലെ മുംബൈ ചർച്ച് ഗേറ്റും. പിന്നീടാണ് ഓരോ റെയിൽവേ സോൺസ് ആയിട്ട് പിന്നീട് 1951 1951 മുംബൈ CST, അതുപോലെ ചെന്നൈ, അതുപോലെ മുംബൈ ചർച്ച് ഗേറ്റ്, മുംബൈ ചർച്ച് ഗേറ്റ്, ഈ 3 റെയിൽവേ സോൺസും വന്നത്. വിശാഖപട്ടണം വന്നത് 2019 അവസാനം രൂപം കൊണ്ട നമ്മുടെ 18ാമത്തെ റെയിൽവേ സോൺ ഏതാണെന്ന് ചോദിച്ചാൽ വിശാഖപട്ടണമാണ്. ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. നമ്മുടെ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ വിശാഖപട്ടണം. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോൺ ചോദിച്ചാൽ അത് ഭുവനേശ്വർ. ഓക്കെ.